തുടങ്ങിക്കോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയിൽ സർവസ്വനായ മുതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശയായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട ബേബി വർഗീസ് അച്ഛാ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തിയോളജി ക്ലാസ്സിന്റെ മാസത്തിലൊരിക്കലുള്ള 2ാം ശനിയാഴ്ച ഈ മാസത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം തന്നെയാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട ബേബി വർഗീസ് അച്ഛനാണ്. അച്ഛൻ ഓർത്തഡോക്സ് സഭയിലെ സഭാശാസ്ത്രത്തില്, ആരാധനാക്രമത്തില്, സഭാചരിത്രത്തില് എല്ലാം അഗാധ പാണ്ഡിത്യമുള്ള പാരീസിലെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി അദ്ദേഹത്തിനുണ്ട് എന്ന് കാണുകയുണ്ടായി. പൗരസ്ത്യ വിദ്യാപീഠത്തിലും അച്ഛൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സുഹൃത്താണ്. വലിയ സന്തോഷമുണ്ട് അച്ഛനെ ഈ ക്ലേസ് അഫ്രൈൻ നസ്രാണി ദേറ ഓർഗനൈസ് ചെയ്യുന്ന ഈ തിയോളജി ക്ലാസ്സിൽ ഇന്ന് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നത് ജേക്കബിന്റെ അനാഫ്രയെ കുറിച്ചാണ്. അനാഫ്ര ഓഫ് സെന്റ് ജേക്കബിനെ കുറിച്ചാണ്. അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അതിന്റെ ആരംഭ അച്ഛനെ പറഞ്ഞു. ഏറെ സ്നേഹത്തോടെ ബേബി വർഗീസ് അച്ഛനെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നതെല്ലാം കേൾക്കാമല്ലേ? ഓക്കെ. നിങ്ങൾ പലരുടെയും മുഖം എനിക്ക് കാണത്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 2 ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. ഒന്ന്, ഇതിന്റെ ഒരു സ്ട്രക്ചർ, യാക്കോബിന്റെ അല്ലെങ്കിൽ ജേക്കബിന്റെ അനാഫ്രയുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ആ അനാഫറയുടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് അയച്ചു തന്നു. അപ്പൊ അത് നിങ്ങൾ ഈ ക്ലാസ്സിന് ശേഷം അനാഫറയുടെ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങളൊന്ന് കാര്യമായിട്ട് വായിച്ചു നോക്കണം. ഈ ആദായി ആൻഡ് മാറി അനാഫോറ, അതുപോലെ തന്നെ യാക്കോബിന്റെ അനാഫോറ രണ്ടും ഒരേ ലിറ്റർജിക്കൽ ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണ്. അതിന് എക്സ്പേർട്സ് പറയുന്നത് അന്ത്യോക്യൻ ലിറ്റർജി എന്നാണ്. എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രക്ചർ മിക്കവാറും ഒരുപോലൊക്കെ തന്നെയാണ്. എന്നാൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ആദായി ആൻഡ് മാറി കുറച്ചുകൂടെ ബ്രീഫാണ്, കണ്ടൻസ്ഡ് ആണ്. ഒരു പഴയ ഒരു ഏൻഷ്യൻ സ്ട്രക്ചർ, ഒരു രൂപം അതിനുണ്ട്. നേരെ മറിച്ച് യാക്കോബിന്റെ അനാഫോറ അല്പം കൂടെ ഒന്ന് എക്സ്പാൻഡ് ആണ്. അത് യാക്കോബിന്റെ അനാഫോറ എന്ന് അറിയപ്പെടാനുള്ള കാരണം യെരുശലേമിലെ അനാഫോറയായിരുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സഹോദരനായ യാക്കോബിന്റെ പേരിലാണ് ഈ അനാഫോറ അറിയപ്പെടുന്നത്. സഭാ പാരമ്പര്യം അനുസരിച്ച് യാക്കോബ് യെരുശലേമിലെ 1ാമത്തെ ബിഷപ്പായിരുന്നു. അപ്പം യെരുശലേമിലെ ഔദ്യോഗികമായ അനാഫോറ യാക്കോബിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഈ ആദായി ആൻഡ് മാറി വളരെ പഴക്കമുള്ള അനാഫോറയാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ ആദായി ആൻഡ് മാറി ഉപയോഗിക്കുന്നത് ഈ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട ചർച്ച് ഓഫ് ദി ഈസ്റ്റ്, അതുപോലെ തന്നെ കാൽഡിയൻ സിറിയൻ ചർച്ച് ഇന്ത്യയിലാണെങ്കിൽ തൃശ്ശൂരെ കാൽഡിയൻ സിറിയൻ ചർച്ച് ഓഫ് തൃശ്ശൂർ, പിന്നെ തീർച്ചയായിട്ടും സിറോ മലബാർ സഭ. എന്നാൽ യാക്കോബിന്റെ അനാഫോറയുടെ പ്രത്യേകത വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഉപയോഗം അതിനുണ്ടായിട്ടുണ്ട്. പല പുരാതന ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്ട്രക്ചറിനകത്ത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. യാക്കോബിന്റെ അനാഫോറ ഒറിജിനലായിട്ട് ഉണ്ടായത് ഗ്രീക്ക് ഭാഷയിലാണ്. കാരണം ജെറുസലേമിലെ അന്നത്തെ ആരാധനാ ഭാഷ, നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ അന്നത്തെ ഒരു വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഒരു അന്തർദേശീയ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. മിഡിൽ ഈസ്റ്റിലെ, വെസ്റ്റ് ഏഷ്യയിൽ, ആ ഏരിയയിലുള്ള
വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഗ്രീക്ക് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സുറിയാനി കുറച്ചുകൂടെ നാട്ടിൻപുറത്തുകാരുടെ ഭാഷയായിരുന്നു. അപ്പം ഗ്രീക്കില് ഉണ്ടായ അനാഫോറ അത് ഒരു 5-ാം നൂറ്റാണ്ട് ഒരു 6-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും സുറിയാനി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അപ്പം യാക്കോബിന്റെ അനാഫോറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഷ്യങ്ങൾ വേർഷൻസ് എന്ന് പറയുന്നത് ഗ്രീക്കും അതുപോലെ തന്നെ സുറിയാനിയുമാണ്. ഈ 2 ഭാഷകളിൽ നിന്നും മറ്റ് പുരാതന ഭാഷകളിലേക്ക് യാക്കോബിന്റെ അനാഫോറ ട്രാൻസ്ലേറ്റ് ചെയ്തു, വിവർത്തനം ചെയ്തു. സുറിയാനിൽ നിന്നും അത് അർമീനിയൻ ഭാഷയിലേക്കും അതുപോലെ എത്യോപ്യൻ ഭാഷയിലേക്കും അത് തർജ്ജമ ചെയ്തു. ഗ്രീക്കിൽ നിന്നും അത് കോപ്റ്റിക്ക്, അതായത് ഈജിപ്തിലെ ഭാഷ, പിന്നെ ജോർജിയ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമുണ്ട് നമ്മുടെ തുർക്കിയുടെ ഒക്കെ മുകളിലായിട്ട്, ജോർജിയൻ ഭാഷയിലേക്ക്, പിന്നെ റഷ്യയിലെ പുരാതന ഭാഷയായ സ്ലാവോണിക് ഭാഷയിലേക്കും അത് തർജ്ജമ ചെയ്തു. അപ്പൊ ഈ ഭാഷകളിൽ തർജ്ജമ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും നാടുകളിൽ, ഇത്രയും സഭകളിൽ അത് ഉപയോഗിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതുപോലെ അതായത് മാറി പഴക്കമുള്ള അനാഫോറയാണെങ്കിലും ഇത്രയും വ്യാപകമായിട്ടുള്ള ഒരു ഉപയോഗം അതിന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈജിപ്തിലെ കോപ്റ്റിക് സഭയുടെ മർക്കോസിൻ അനാഫോറയും വളരെ പഴക്കമുള്ള അനാഫോറയാണ്. അതിനും ഇത്രയധികം വ്യാപകമായിട്ടുള്ള ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ യാക്കോബിന്റെ അനാഫോറയ്ക്ക് ഇത്രയധികം വ്യാപകമായ ഒരു ഉപയോഗം ഉണ്ടാകാനുള്ള കാരണം അത് ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബിന്റെ പേരിൽ അറിയപ്പെട്ടു, ജെറുസലേമിലെ ഔദ്യോഗികമായ അനാഫോറ ആയതുകൊണ്ടാണ്. അത് സുറിയാനി ഉള്ള യാക്കോബിന്റെ അനാഫോറയുടെ കയ്യെഴുത്ത് പ്രതികളിലും അതുപോലെ അച്ചടിച്ച ടെക്സ്റ്റുകളിലും ഒക്കെ അതിന്റെ തലവാചകം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവിന്റെ സഹോദരനും ജെറുസലേമിലെ 1ാമത്തെ ബിഷപ്പുമായ മാർ യാക്കോബിന്റെ അനാഫോറ. വേറൊരു രസകരമായ ഒരു തലവാചകം കൂടിയുണ്ട്: കർത്താവിൽ നിന്നും കേട്ടത്, ക്രിസ്തുവിൽ നിന്ന് കേട്ടത്. എന്ന് വെച്ചാൽ അന്ത്യ അത്താഴ സമയത്ത് കുർബാന സ്ഥാപിച്ചപ്പോൾ ഇത് ചൊല്ലി എന്നുള്ള ഒരു പാരമ്പര്യമാണ് സുറിയാനിക്കാർക്ക് ഉള്ളത്. അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിന്റെ പൗരാണികത കാണിക്കാൻ വേണ്ടി അവര് കൂട്ടിച്ചേർത്ത വാചകമാണ്. ഇന്ന് യാക്കോബിന്റെ അനാഫോറ ഉപയോഗിക്കുന്ന സഭകൾ ഇന്ത്യയിലാണെങ്കിൽ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെടുന്ന മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ സഭകള്, മലങ്കര കത്തോലിക്ക സഭ, അതുപോലെ തന്നെ നിങ്ങൾ എത്ര പേര് തോഴിയൂർ സഭയെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും പിന്നെ അതായത് തൃശ്ശൂര് പിന്നെ അല്പം പടിഞ്ഞാട്ട് മാറി ആഞ്ഞൂർ അല്ലെങ്കിൽ തോഴിയൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു സ്വതന്ത്ര സഭയുടെ ആസ്ഥാനമാണ്. അവർക്കൊരു ബിഷപ്പും ഉണ്ട്. അത് 1772 ഉണ്ടായ ഒരു സുറിയാനിക്കാരുടെ ഇടയ്ക്കുണ്ടായ, ഇവിടുത്തെ നസ്രാണികളുടെ ഇടയ്ക്കുണ്ടായ ഒരു ഡിവിഷന്റെ ഭാഗമായിട്ടുണ്ടായ കൊച്ചു സഭയാണ്. അവര് ഓർത്തഡോക്സ് സഭ ഉപയോഗിക്കുന്ന അതേ കുർബാന തക്സാകളാണ് ഉപയോഗിക്കുന്നത്. ഒരു കൊച്ചു സഭയാണ്. എല്ലാം കൂടെ ഒരു 10,000 പേരിൽ കൂടുതൽ അവർ കാണത്തില്ല. അവർക്ക് പിന്നെ ഒരു ബിഷപ്പാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ സഭകളും മലങ്കര കത്തോലിക്ക സഭയും അതുപോലെ തോഴിയൂർ സഭയും, ഈ 3 സഭകൾ യാക്കോബിന്റെ അനാഫോറ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ കേരളത്തിലെ മാർത്തോമ സുറിയാനി സഭ അല്പം മാറ്റം വരുത്തിയ ഒരു റിഫോംഡ് വേർഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ത്യയില് ഈ പറഞ്ഞ 4 സഭകൾ യാക്കോബിന്റെ അനാഫോറ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വെസ്റ്റ് ഏഷ്യയില്, പശ്ചിമേഷ്യയില് സിറിയൻ ഓർത്തഡോക്സ് സഭ, പിന്നെ അതുപോലെ സിറിയൻ കാതലിക് ചർച്ചിന്റെ പാത്രികീസ് അടുത്തയാഴ്ച കോട്ടയത്ത് വരുന്നുണ്ട്, സിരിയിലെ കോൺഫറൻസിന്റെ സമാപന സമയത്ത്. പിന്നെ ഇത് കൂടാതെ ലെബനോനില് ഒരു പുരാതനമായ സഭയുണ്ട്, മാറനൈറ്റ് എന്ന് പറയുന്ന സഭ. മാറനൈറ്റ് അത് പൂർണ്ണമായിട്ടും പൗരസ്ത്യ കത്തോലിക്ക സഭയാണ്. പൂർണ്ണമായിട്ട് കത്തോലിക്ക സഭയിൽ ചേർന്ന, കത്തോലിക്ക സഭയുമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഐക്യപ്പെട്ട ഒരു സഭയാണ് മാറനൈറ്റ് എന്ന് പറയുന്നത്. അവരുപയോഗിക്കുന്നതും അവരും യാക്കോബിന്റെ അനാഫോറ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ സുറിയാനി ഓർത്തഡോക്സ് സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, ഇവിടെ പ്രത്യേകത 80-ൽ പരം അനാഫോറകൾ ഉപയോഗത്തിലുണ്ട്. 80-ൽ പരം എന്ന് ഞാൻ പറയാനുള്ള കാരണം കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ തന്നെ ഒരു 2 ഡസനോളം ഇന്ന് ഉപയോഗത്തിലുണ്ട്. എല്ലാ അനാഫോറകളും യാക്കോബിന്റെ അനാഫോറയുടെ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ യാക്കോബിന്റെ അനാഫോറയുടെ സ്ട്രക്ചർ എന്ന് പറയാം പ്രാർത്ഥനകളുടെ ക്രമം, അതിന്റെ ആശയങ്ങളാണ് എല്ലാ അനാഫോറകളിലും കാണുന്നത്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ചില അനാഫോറകൾ യാക്കോബിന്റെ അനാഫോറയെക്കാട്ടിലും
അല്പം കൂടെ ദൈർഘ്യം കൂടിയതുണ്ട്. പക്ഷെ ഭൂരിപക്ഷം അനാഫോറകളും യാക്കോബിന്റെ അനാഫോറയെക്കാട്ടിലും ദൈർഘ്യം കുറഞ്ഞവയാണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ യാക്കോബിന്റെ അനാഫോറയുടെ ഗ്രീക്ക് വേർഷനും സിറിയക് വേർഷനും ഉണ്ടായി. ഗ്രീക്കുകാരുടെ ഇടയ്ക്ക് ഒരു കാലത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവര് പ്രത്യേക സാഹചര്യത്തിൽ അത് നിർത്തലാക്കി. ഇന്ന് യാക്കോബിന്റെ അനാഫോറ ഉപയോഗിക്കുന്നത് സുറിയാനി പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട സഭകൾ മാത്രമാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യാക്കോബിന്റെ അനാഫോറയുടെ ആദ്യത്തെ ഒരു ഗ്രീക്കിൽ നിന്ന് സുറിയാനിലേക്കുള്ള ഒരു വിവർത്തനം, ഒരു തർജ്ജമ 6-ാം നൂറ്റാണ്ടിലുണ്ടായി. അത് പല പ്രാവശ്യം അത് തർജ്ജമ ചെയ്തു. അതൊക്കെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ 1 മണിക്കൂറിന്റെ ക്ലാസ്സിൽ അതെല്ലാം പറഞ്ഞ് നിങ്ങളെ പ്രയാസത്തിലാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ യാക്കോബിന്റെ അനാഫോറ അത് പല പ്രാവശ്യം വിവർത്തനം ചെയ്തു. നമ്മൾ ബൈബിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷ അല്പം കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒടുവിൽ 13-ാം നൂറ്റാണ്ടില് ബാർ എബ്രായൂസ് എന്ന് പറയുന്ന ഒരു സിറിയൻ ഓർത്തഡോക്സ് സഭാപിതാവ് ഈ യാക്കോബിന്റെ അനാഫോറ അല്പം കൂടി ഒന്ന് ഷോർട്ടൻ ചെയ്തു, അല്പം കൊണ്ട് ചെറുതാക്കി. അതായത് തോന്നി പ്രാർത്ഥനകളൊക്കെ ദൈർഘ്യം കൂടിയതാണ്. അപ്പൊ ഈ ബാറബ്രായ എന്ന് പറയുന്ന 13-ാം നൂറ്റാണ്ടിലെ സഭാപിതാവ് ഈ ഷോർട്ടൻ ചെയ്ത അനാഫോറയാണ് ഇന്ത്യയിലെ എല്ലാ സഭകളും ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സഭയിലും മറ്റ് സുറിയാനി മലങ്കര സുറിയാനി കത്തോലിക്ക സുറോ മലങ്കര ചർച്ചിലും അതുപോലെ മാർത്തോമാ സഭയിലും ഒക്കെ ഈ ഷോർട്ടർ വേർഷനാണ് ഉപയോഗിക്കുന്നത്. ഷോർട്ടർ വേർഷനും ലോങ്ങർ വേർഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഷോർട്ടർ വേർഷനിൽ ആ പ്രാസങ്ങൾ അല്പം കൂടെ കട്ട് ഷോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് യാക്കോബിന്റെ അനാഫോറയെ പറ്റി ആഗമനമായിട്ടുള്ള ഒരു ചരിത്രമായിട്ട് പറയാനുള്ളത്. ഇപ്പൊ ഇത് ഞാൻ 2 പുസ്തകങ്ങൾ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാമായിരിക്കും, യാക്കോബിന്റെ അനാഫോറ സുറിയാനി സഭയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം. ഇത് സീരിയിൽ നിന്നും പബ്ലിഷ് ചെയ്ത് 2002 പബ്ലിഷ് ചെയ്തതാണ്. അത് സീരിയയിലെ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ വടവാതിലെ ക്ലാസ്സുകൾക്കും ഒക്കെ ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് എൻ്റെ തലവാചകം ഇങ്ങനെയാണ്: യാക്കോബിന്റെ അനാഫോറ സുറിയാനി സഭയില്. അതിന്റെ ചരിത്രവും വേദശാസ്ത്രവുമാണ് ഈ പുസ്തകത്തിനകത്ത് ഞാൻ പറയുന്നത്. അത് തന്നെ അല്പം കൂടെ ഒരു മാറ്റം വരുത്തിയൊരു പുസ്തകമുണ്ട്. അതിന്റെ എൻ്റെ ഐപാഡ് തെന്നിപ്പോയതാണ്, കുഴപ്പമില്ല. അനാഫോറ ഓഫ് സെന്റ് ജെയിംസ് ഹിസ്റ്ററി ആൻഡ് തിയോളജി. ഇത് കോട്ടയത്ത് ഞങ്ങളുടെ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ബുക്ക് ഹൗസിൽ നിന്ന് പബ്ലിഷ് ചെയ്തതാണ്. ഇത് 2016 പബ്ലിഷ് ചെയ്തതാണ്. ഞാൻ അതിന്റെ അകത്തെ പേജ് കാണിക്കുന്നത്, അതിന്റെ പുറം കവർ കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റത്തില്ല. ഇതാണ് യാക്കോബിന്റെ ദി അനാഫോറ ഓഫ് സെന്റ് ജെയിംസ് ഹിസ്റ്ററി ആൻഡ് തിയോളജി. അപ്പൊ ഇത് ഞാൻ മിക്കവാറും ഈ പറയുന്ന കാര്യങ്ങൾ ഈ 2 പുസ്തകങ്ങൾക്കകത്ത് വിശദമായിട്ട് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചരിത്രം ഒക്കെ അതുപോലെ വേദശാസ്ത്രവും പറയുന്നുണ്ട്. ഇനി ഈ അനാഫോറ എന്ന് പറയുന്നത് എന്നിപ്പം സുറോ മലബാർ സഭയിലാണെങ്കിലും പിന്നെ സുറോ മലങ്കര സഭയിലാണെങ്കിലും നമ്മൾ ഞായറാഴ്ച അർപ്പിക്കുന്ന കുർബാനയിൽ ആദ്യം ഒരു തുയോബോ ഒരുക്ക ശുശ്രൂഷയുണ്ട്. തുയാബ എന്ന് നിങ്ങൾ സുറോ മലബാർ സഭയിൽ പറയും. തുയാബ ചിലപ്പം എനിക്ക് തോന്നുന്ന പല അച്ഛന്മാരും ഈ ചെറിയ കുർബാനകളിൽ, അതായത് പൊന്തിഫിക്കൽ കുർബാന അല്ലെങ്കിൽ തുയാബ അല്പം കൂടെ അത് ഒന്ന് കട്ട് ഷോട്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ അല്പം നീണ്ട ഒരു ഒരുക്ക ശുശ്രൂഷ തുയാബോ ഉണ്ട്. തുയാബയിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പവും വീഞ്ഞും ഒരുക്കി വെക്കുക, പിന്നെ ഈ കാർമികൻ അംശവസ്ത്രങ്ങൾ കാപ്പയും മറ്റുമൊക്കെ ധരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രീ അനാഫോറ അല്ലെങ്കിൽ പബ്ലിക് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ആദ്യം ആ ത്രോണോസിന് അൾത്താരയ്ക്ക് ചുറ്റുമുള്ള ഒരു പ്രൊസഷൻ ഉണ്ട്. പിന്നീട് ലേഖനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ വായിക്കും, ചില പ്രാർത്ഥനകൾ. ദെൻ ദ ക്രീഡ്, നിസിയൻ ക്രീഡ് ഈസ് റിസൈറ്റഡ്. ദെൻ ദ വാഷിംഗ് ഓഫ് ഹാൻഡ്സ്. ഇത്രയുമാണ് പ്രീ അനാഫോറ. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് അനാഫോറ എന്ന് അറിയപ്പെടുന്നത്. അനാഫോറ എന്ന് പറയുന്നത് ഈ സമാധാന ചുംബനം തൊട്ടുള്ള ആ ഭാഗമാണ്. കിസ് ഓഫ് പീസ് തൊട്ടുള്ള ഭാഗമാണ് അനാഫോറ എന്ന് പറയുന്നത്. അതിന് മുൻപുള്ളത് ഈ പറയുന്ന തുയാബ, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ പ്രീ അനാഫോറ, ഇത് രണ്ടും
വളരെ ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത്. വളരെ സങ്കീർണമായ സാവകാശമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഈ തൂയാബയ്ക്കും പ്രീ അനാഫോറയ്ക്കും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അനാഫോറ എന്ന് പറയുന്ന നമ്മൾ ലാറ്റിൻ ചർച്ചിൽ യൂക്കറിസ്റ്റിക് പ്രയർ, യൂക്കറിസ്റ്റിക് കാനൻ എന്ന് പറയുന്ന ആ ഭാഗം താരതമ്യേന പഴക്കമുള്ളതാണ്. അവിടെ ഒത്തിരി മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഇതിനു മുൻപ് ഞാൻ ഇപ്പം നിങ്ങൾ മുഖാമുഖമാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങളുടെ ഉത്തരം കേൾക്കുകയും ചെയ്യാം. ഈ ലാറ്റിൻ ലിറ്റർജിയും ഈസ്റ്റേൺ ലിറ്റർജിയും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ ക്ലാസ്സുകളിൽ ചോദിക്കുമ്പോൾ പലർക്കും പറയാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ അച്ഛന്മാരോട് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സമാധാന ചുംബനത്തിന്റെ സ്ഥാനമാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അതായത് എല്ലാ പൗരസ്ത്യ ഈസ്റ്റർ അനാഫറകളും ആരംഭിക്കുന്നത് സമാധാന ചുംബനത്തോടു കൂടിയാണ്. എന്നാൽ ലാറ്റിൻ കുർബാനയിൽ സമാധാന ചുംബനം ലോർഡ്സ് പ്രയറിന് ശേഷമാണ്. അതായത് ജസ്റ്റ് ബിഫോർ റിസീവിങ് ദി ഹോളി കമ്മ്യൂണിയൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇതാണ് പ്രധാനമായിട്ട് ഈസ്റ്റേൺ അനാഫോറയും വെസ്റ്റേൺ അനാഫോറയും നമ്മൾ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. എന്നാൽ ഈ വെസ്റ്റേൺ അനാഫോറയുടെ പ്രാർത്ഥനകളുടെ സ്വഭാവത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, എനിവേ ഈ സമാധാന ചുംബനത്തോടു കൂടി കുർബാന ആരംഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ 2-3 പ്രാർത്ഥനകളുണ്ട്. പ്രയർ ബിഫോർ ദി പീസ്, ദെൻ സമാധാന ചുംബനം, പിന്നെ അതുപോലെ തന്നെ പ്രയർ ആഫ്റ്റർ ദി പീസ്. അവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ എല്ലാ ഈസ്റ്റേൺ അനാഫോറകളിലും പൗരസ്ത്യ അനാഫോറകളിലും ഷെമ്മാശന് ഒരു സജീവമായ പങ്കാളിത്തമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. ഇടയ്ക്ക് ആളുകൾക്ക് പല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തല കുനിക്കുക, നിങ്ങൾ അച്ചടക്കത്തോടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അപ്പൊ അതും ഈ ലാറ്റിൻ കുർബാനയും ഈസ്റ്റേൺ കുർബാനയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. ഈ ഷമ്മാശന്റെ സജീവമായ പങ്കാളിത്തം ഈസ്റ്റേൺ അനാഫറകൾ കൂടുതലായിട്ടുണ്ട്. അവിടെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഷമ്മാശൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഈ സിറീനോത്രോസ് അല്ലെങ്കിൽ ഓർത്രോസ് കുർബാനയിൽ ഷമ്മാശൻ ഒത്തിരി കാര്യങ്ങൾ പ്രസ്താവനകളായിട്ടും നിർദ്ദേശങ്ങളായിട്ടും പറയുന്നുണ്ട്. അതൊന്നും പ്രാർത്ഥനകളല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ആ നിർദ്ദേശങ്ങളാണ്, ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. കാർമ്മികൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, സമാധാന ചുംബനത്തോടു കൂടി അനാഫോറ ആരംഭിക്കുന്നു. ഈ അനാഫോറയില് എല്ലാ പ്രാർത്ഥനകളും പിതാവാം ദൈവത്തെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അതായത് ഓൾ ദി പ്രേയേഴ്സ് ഓഫ് ദി അനാഫോറ ആർ അഡ്രസ്ഡ് ടു ഗോഡ് ദി ഫാദർ. അത് ഈ പൗരസ്ത്യ അനാഫോറകളുടെ വേറൊരു പ്രത്യേകതയാണ്. പിതാവാം ദൈവത്തെ സംബോധന ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ചെറിയ ചില പ്രാർത്ഥനകളൊക്കെ ക്രിസ്തുവിനെ സംബോധന ചെയ്തിട്ടുണ്ട്. അതൊരു പഴയ പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അനാഫോറയിലെ പ്രാർത്ഥനകൾ പിതാവാം ദൈവത്തെ സംബോധന ചെയ്യുന്നതിന്റെ ഒരു തിയോളജിക്കൽ റീസൺ ഉണ്ട്. ദി ചർച്ച് ഈസ് ഓഫറിംഗ് ദി യൂക്കറിസ്റ്റ്. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ആൻഡ് ചർച്ച്, the celebrant and the believers, they join together and they celebrate the Eucharist, and the church, the body of Christ, addresses God the Father. അതുകൊണ്ട് all the prayers of the Anaphora are addressed to God the Father. അത് അനാഫോറയുടെ ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള പ്രത്യേകതയാണ്. അപ്പം ഈ സമാധാന ചുംബനം, ആ സമയത്ത് ഷമ്മാശന്റെ ആഹ്വാനമൊക്കെ ഉണ്ട്, തല കുനിക്കാനൊക്കെയുള്ള ആഹ്വാനമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് there is the lifting of the veil or lifting of the anaphora. വെയിൽ എന്ന് പറയുന്നത് ഈ തിരശ്ശീലയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ മധുബഹായിക്ക് വാതിക്കലുള്ള ആ വലിയ തിരശ്ശീലയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പവീഞ്ഞുകള് തുയാബയുടെ സമയത്ത് കാർമികൻ ഒരുക്കി വെച്ചിട്ട് അത് ഒരു ശോശപ്പ എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. പക്ഷെ അത് ഈ ഷൂഷോഫോ എന്ന് പറയുന്ന ഒരു സുറിയാനി വാക്കുണ്ട്. മലയാളത്തിൽ ശോശപ്പ എന്ന് പറയും. ഏകദേശം ഒരു 1/2 മീറ്റർ സ്ക്വയർ ആയിട്ടുള്ള
വെള്ള തുണിയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ഈ യൂട്യൂബിനകത്ത് പിന്നെ മലങ്കര ഓർത്തഡോക്സ് കുർബാന അല്ലെങ്കിൽ സിറോ മലങ്കര കുർബാന അതല്ലെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് കുർബാന എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. ഈ കുർബാനയിലെ ഓരോ ഭാഗങ്ങളുടെയും ചെറിയ ചെറിയ ക്ലിപ്പുകൾ, ചിലത് 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ ഉള്ള ക്ലിപ്പ്. അത് നിങ്ങൾക്ക് വളരെ പുതിയ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ സമാധാന ചുംബനത്തിന് ശേഷം the priest lifts up the anaphora or veil. അതായത് ഈ അനാഫോറ എന്ന് പറഞ്ഞ വാക്ക് കുർബാന പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ശോശപ്പ എന്ന് പറയുന്ന ആ തുവാലിക്കും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഈ ശോശപ്പ ശരിക്കും പറയുന്നത് അനാഫോറ ആരംഭിക്കുന്നത് ഈ ശോശപ്പ ഉയർത്തി മാറ്റുന്ന അവിടം തൊട്ടാണ്. ദെൻ കംസ് ദി ട്രിനിറ്റേറിയൻ ബ്ലെസ്സിങ്. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 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 ആശീർവാദം. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ 2 കൊരിന്ത്യൻസ് 13-ാം അധ്യായം 14-ാം വാക്യമാണ്. 2 കൊരിന്ത്യൻസ് 13:14. അവിടെ ഇന്ന് മിക്കവാറും എല്ലാ സഭകളും ഉപയോഗിക്കുന്ന ട്രിനിറ്റേറിയൻ, എല്ലാ സഭകളിലും ഉണ്ട്, എല്ലാ പൗരസ്ത്യ സഭകളിലും ഉണ്ട് ആ ട്രിനിറ്റേറിയൻ ബ്ലെസ്സിങ്. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും, ഫാദർ സൺ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 വേഴ്സ് 14 ആണ്. അവിടെ ആ ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പുത്രൻ, പിതാവ്, പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന ഓർഡറാണ് അവിടെ കാണുന്നത്. ആ ഓർഡറാണ് ആദായ ആൻഡ് മാറിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും അത് ആ ബൈബിളിനകത്തെ അതേ വാചകം അതുപോലെ അവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ പല സഭകളും ട്രിനിറ്റേറിയൻ ഡോക്ടറിന്റെ വെളിച്ചത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ഓർഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ കാൽഡിയൻ സിറിയൻ ചർച്ചും അതുപോലെ എനിക്ക് തോന്നുന്നു സിറോ മലബാർ സഭയിലും ആ ഓർഡർ തന്നെയായിരിക്കുമല്ലോ. പുത്രൻ, പിതാവ്, പരിശുദ്ധ റൂഹ. അതിനകത്തൊരു നമുക്കൊരു അനോമലി എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇറ്റ്സ് ബിബ്ലിക്കൽ ടെക്സ്റ്റ് ഈസ് ഡയറക്ട്ലി കോട്ടഡ്. വേദവാക്യം അതുപോലെ കൊടുത്തിരിക്കുകയാണ്. അപ്പം സമാധാന ചുംബനമായി ശോശപ്പ, അതായത് the veil is removed from the baton and the chalice. Then there is a initial dialogue. ആ ഡയലോഗ് എല്ലാ സഭകളിലുമുള്ള ലാറ്റിൻ ചർച്ചിലുള്ളതാണ്. ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, ഹൃദയങ്ങളെ ഉയർത്തുവി പറഞ്ഞ ആളുകളുടെ പ്രതിവാക്യം. they are turned towards the Lord. ഉടനെ അത് കഴിഞ്ഞ് കാർമികൻ പറയുന്നു let us give thanks to the Lord. ഉടനെ ആളുകളുടെ പ്രതിവാക്യം it is meet and right. അപ്പൊ ആ 4, അതായത് കാർമികൻ പറയുന്ന 2 ആഹ്വാനങ്ങൾ, ആളുകളുടെ പ്രതിവാക്യം, അപ്പം 4 എണ്ണം ഉണ്ട്. അതിനാണ് ഡയലോഗ് എന്ന് പറയുന്നത്. ഈ ഇനിഷ്യൽ ഡയലോഗ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഹിപ്പോലിറ്റസിന്റെ അനാഫോറയിലാണ്. അത് റോമിലെ സഭയുടെ ഏറ്റവും പുരാതനമായ അനാഫോറയാണ് ഹിപ്പോലിറ്റസിന്റെ യൂക്കറിസ്റ്റിക് പ്രയർ. 3-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുള്ളതായിരിക്കാം ഹിപ്പോലിറ്റസിന്റെ അനാഫോറ. അതിനകത്താണ് ആദ്യമായിട്ട് ഈ ഡയലോഗ്, അതായത് ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, they are turned towards the Lord. Let us give thanks to the Lord. It is meet and right. അപ്പൊ അത് ആ 4, അതായത് കാർമികൻ പറയുന്ന 2 ആഹ്വാനങ്ങൾ, ജനങ്ങളുടെ പ്രതിവാക്യം, അത് തിയോളജിക്കലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കാർമികൻ പറയുന്നത് ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, ഹൃദയങ്ങളെ ഉയർത്തുവി. അതായത് എനിക്കത് വളരെ ഇഷ്ടമുള്ളതാണ്. സിറോ മലബാർ കുർബാനയിൽ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വിചാരങ്ങൾ എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ട് ആ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്. ഉടനെ ആളുകളുടെ പ്രതിവാക്യം they are turned towards the Lord. എന്നിട്ട് let us give thanks to the Lord. ആളുകളുടെ പ്രതിവാക്യം it is meet and right. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, അത് കഴിഞ്ഞ് let us give thanks to the Lord. അവിടെ കാർമികൻ ആളുകളുടെ അനുവാദം, ആളുകളുടെ സമ്മതം കൂടെ വാങ്ങിക്കുകയാണ്. let us give thanks to the Lord. ഉടനെ ആളുകൾ പറയുന്നു it is meet and right. ഓക്കെ, അപ്പൊ അതിന്റെ തിയോളജിക്കൽ ആയിട്ടുള്ള അർത്ഥം ഇതാണ്. the priest, he is the president of the
Eucharistic assembly. He's part of the Eucharistic assembly. അതായത് കുർബാന അർപ്പിക്കുന്ന സമൂഹത്തിന്റെ ഭാഗമാണ് ഈ കാർമികൻ. He serves as the mouth of the community and also he serves as the tongue of the community. ഈ ഓർത്തഡോക്സ് സഭകളിൽ, അതായത് നോൺ കാത്തലിക് ഈസ്റ്റേൺ ചർച്ചസിൽ ഒരു കാർമികൻ തന്നെ കുർബാന അർപ്പിക്കാറില്ല. അവിടെ ഒരു ഷമ്മാശനും ഒരു കുറഞ്ഞ പക്ഷേ ഷമ്മാശെങ്കിലും വേണമെന്നുണ്ട്. അതായത് the church is offering the Eucharist and the priest is the head of the community, is the mouth of the community and he is the tongue of the community. അതാണ് ഈ ഇനിഷ്യൽ ഡയലോഗിന്റെ അർത്ഥം. Let us give lift up your hearts, they are turned towards the Lord. Let us give thanks to the Lord. It is meet and right. അപ്പം it is meet and right, അത് യുക്തവും ന്യായവുമാകുമെന്ന് പറയുമ്പോഴത്തേക്കും ആളുകളുടെ സമ്മതമാണ്. അത് നമുക്ക് let us give thanks to the Lord എന്ന് കാർമികൻ പറയുമ്പം അത് യുക്തവും ന്യായവുമാണ്. ചെയ്തോ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ അനാഫോറയ്ക്കകത്തുള്ള എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങൾ എന്ന് പറഞ്ഞ പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അച്ഛൻ കാർമികൻ ചൊല്ലുമ്പോഴത്തേക്കും ഞാൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറില്ല. എല്ലാ വാക്കുകളും വളരെ അപൂർവമായിട്ട് കാർമികന്റെ പാപത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ പാപങ്ങൾ എന്നൊക്കെ പറയുന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ എന്ന് പറഞ്ഞ പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദ ഹോൾ കമ്മ്യൂണിറ്റി ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദി ആക്ട് ഓഫ് ഓഫറിങ്. ഈ പലപ്പോഴും നമ്മൾ ഈ ഓറിയന്റൽ കുർബാന, ലാറ്റിൻ കുർബാന, നമ്മളെ വ്യത്യാസത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അതായത് ചില കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഊന്നൽ, അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അതൊരിക്കലും ഒരു 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 സാരമായ വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാറ്റിൻ ചർച്ചിന് അതിൻ്റെതായ ഒരു പുരാതനമായ പാരമ്പര്യമുണ്ട്. അതേ രീതിയിൽ പൗരസ്ത്യ സഭകൾക്ക് അവയുടേതായ പാരമ്പര്യങ്ങളുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ഈ പ്രാർത്ഥനകളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നത്. ഇറ്റ് ഈസ് മീറ്റ് ആൻഡ് റൈറ്റ്, അത് യുക്തവും ന്യായവുമാണ് എന്ന് പറയാൻ ആളുകളുടെ സമ്മതമാണ് രേഖപ്പെടുത്തുന്നത്. യുക്തമാണ്, ന്യായമാണ്, പറഞ്ഞോ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കാർമികനെ അർപ്പിക്കുന്നു, അത് യുക്തവും ന്യായവുമാണെന്ന് ആളുകൾ പറഞ്ഞ് സമ്മതം കൊടുക്കുന്നു. അപ്പം ഈ ഇനിഷ്യൽ ഡയലോഗിന്റെ അർത്ഥം ഇതാണ്: പീപ്പിൾ എക്സ്പ്രസ് their agreement, their assent, their consent to the act of offering. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. അത് ഇന്ന് ഞങ്ങൾ രഹസ്യമായിട്ടാണ് ചൊല്ലുന്നത്. ആ പ്രാർത്ഥന പ്രയർ ഓഫ് ഓഫറിങ് എന്നാണ് പറയുന്നത്. പ്രയർ ഓഫ് ഓഫറിങ്, അതായത് ഈ ഇറ്റ് ഈസ് മീറ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ആ റെസ്പോൺസ് ആളുകൾ പറയുമ്പോഴത്തേക്കും ഈ കാർമികൻ രഹസ്യമായിട്ട് ചൊല്ലുന്ന ആണ് ഇന്ന് ചൊല്ലുന്നത് പ്രയർ ഓഫ് ഓഫറിങ്. അതിനാണ് ഈ ലാറ്റിൻ കുർബാനയിൽ പ്രിഫേസ് എന്ന് പറയുന്നത്, ആമുഖ പ്രാർത്ഥന. അനാഫോറയിലെ ആദ്യത്തെ പ്രാർത്ഥനയാണ്. ഇന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇറ്റ് ഈസ് മീറ്റ് ആൻഡ് റൈറ്റ്. ഇപ്പം ഇന്ന് വളരെ ബ്രീഫാണ്. The priest says, truly it is meet and right and fitting and due to glorify you, to bless you, to praise you, to worship you and to confess you, the maker of all creation, visible and invisible. അതായത് നിങ്ങൾക്ക് അയച്ചു തന്ന ആ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷനിലെ 4ാമത്തെ പ്രാർത്ഥനയാണ്. നിങ്ങൾക്കത് കണ്ടുപിടിക്കാം. അവിടെ തന്നെ ആളുകൾ കാർമികൻ പറയുന്നത് ഇറ്റ് ഈസ് മീറ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ഫിറ്റിംഗ് ആൻഡ് ഡ്യൂ ടു ഗ്ലോറിഫൈ യു, ടു ബ്ലെസ് യു, ടു പ്രൈസ് യു, ടു വർഷിപ്പ് യു, ടു കൺഫസ് യു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഈ ഈസ്റ്റേൺ കുർബാനയുടെ പ്രത്യേകതയാണ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത്. ലാറ്റിൻ കുർബാന അങ്ങനെ റെപ്പറ്റീഷൻ ഇല്ല, സ്റ്റേറ്റ്മെന്റ് പോലെ വളരെ കൃത്യമായിട്ട് ചെറിയ ചെറിയ പ്രാർത്ഥനകളാണ്. നേരെ മറിച്ച് ഈസ്റ്റേൺ കുർബാനയിൽ ഇങ്ങനെയുള്ള റെപ്പറ്റീഷൻ ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്, ആവർത്തിക്കുന്നത്. ആവർത്തിക്കുക എന്ന് പറയുന്നത് പഴയ ആരാധനാ ഭാഷയിൽ നമ്മളിപ്പം വല്ലതും എഴുതുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാറുണ്ട്. ഒന്നുകിൽ നമ്മൾ ചുമന്ന മഷി കൊണ്ടോ അല്ലെങ്കിൽ മാർക്കർ കൊണ്ടോ മാർക്ക് ചെയ്യാറുണ്ട്. പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ചില ഭാഗങ്ങൾ ഇറ്റാലിക്സിൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ബോൾഡായിട്ട് കൊടുക്കാറുണ്ട് പ്രാധാന്യം കാണിക്കാൻ വേണ്ടി. അപ്പം റിപ്പീറ്റ് ചെയ്യുന്നത് ആ പ്രാർത്ഥനയുടെ ആശയത്തിന്റെ പ്രാധാന്യം ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഒരു ജൂവിഷ് ട്രഡീഷനിലുള്ളതാണ്. നമ്മുടെ സംഗീതങ്ങൾക്കകത്ത് ചില പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അത് ആവർത്തിക്കുക എന്ന് പറയുന്നത് അതൊരു
ഈ ഈസ്റ്റേൺ ട്രഡീഷനിലും ജൂയിഷ് ട്രഡീഷനിലും പ്രാർത്ഥനകൾ നമ്മൾ വായിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ റിസൈറ്റ് ചെയ്യുകയാണ്, റെസിറ്റേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ കുർബാന ചൊല്ലുക എന്ന് പറയുന്നത്. അതായത് പറയുന്നതും ചൊല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ചാൻറ്റിങ് ആണ് ഈ പ്രാർത്ഥനകളുടെ പ്രത്യേകത. ചാൻറ്റിങ് ആണ് ഈസ്റ്റേൺ കുർബാനയിൽ. അത് ലാറ്റിൻ കുർബാനയിലും ഉണ്ട്. ഈ നമ്മൾ ലാറ്റിനിലൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും ഗ്രിഗോറിയൻ ചാൻറ്റിലൊക്കെ അത് ഇങ്ങനെ ചാൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ ചാൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇതാണ്, ഓരോ വാക്കും പ്രത്യേകമായിട്ട് ഉച്ചരിക്കുക, ആളുകളുടെ മനസ്സിലത് പതിയണം, അവരുടെ മനസ്സിലത് ഈ അതിൻ്റെ ആശയങ്ങളും ആ പ്രാർത്ഥനകൾ അവിടെ ഹൃദയത്തിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാൻറ്റിങ്ങിന്റെ ഒരു സൗന്ദര്യത്തിനും കൂടിയാണ് പലപ്പോഴും ഈ പ്രാർത്ഥനകൾ ആവർത്തിക്കുന്നത്. അവിടെ ആ പ്രയർ ഓഫ് ഓഫറിങ്ങിനകത്ത് ഞാൻ ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കാം. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ആൻഡ് ഡ്യൂ ടു ഗ്ലോറിഫൈ യു, ടു ബ്ലെസ് യു, ടു പ്രൈസ് യു, ടു വർഷിപ്പ് യു ആൻഡ് ടു കൺഫസ് യു. നമ്മൾ ഒരർത്ഥത്തിൽ കുർബാനയുടെ അർത്ഥം ഇതാണ്. വി ഗ്ലോറിഫൈ ഗോഡ്, വി ബ്ലെസ് ഗോഡ്. ആൻഡ് ബ്ലെസ് ഗോഡ് എന്ന് വെച്ചാൽ ബ്ലെസ്ഡ് ആർ യു എന്ന് പറഞ്ഞ് ആവർത്തിക്കുന്ന ഒരു ജൂയിഷ് ട്രഡീഷനിലോ ഒന്നാണ്. വി പ്രൈസ് യു, വി വർഷിപ്പ് യു ആൻഡ് വി കൺഫസ് യു. കൺഫെഷൻ എന്ന് പറയുന്നത് കുമ്പസാരമല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റു പറയുക എന്നുള്ളതാണ്. കുർബാനയിൽ വി കൺഫസ് the basic doctrines of Christianity, the basic things for our salvation. Okay. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രയർ ഓഫ് ഓഫറിങ് ലാറ്റിൻ കുർബാനയിൽ അതിനാണ് പ്രിഫേസ് എന്ന് പറയുന്നത്. കുർബാനയിലെ ആദ്യത്തെ പ്രാർത്ഥന. ഇപ്പം ലാറ്റിൻ ട്രഡീഷനിൽ ഈ യൂക്കറിസ്റ്റിക് പ്രയർ എന്ന് പറയുന്നത് പ്രിഫേസ് തൊട്ടുള്ള ഭാഗത്തിനാണ്, ഇവിടം തൊട്ടുള്ള ഭാഗത്തിനാണ് യൂക്കറിസ്റ്റിക് കാനൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും ദി സെലിബ്രന്റ് ഹി റൈസസ് ഹിസ് വോയിസ്, ശബ്ദം ഉയർത്തിയിട്ട് സ്വർഗത്തിലെ കാര്യങ്ങൾ, പ്രത്യേക മാലാഖമാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് തൊട്ട് മുൻപ് ആ ഡയലോഗിനകത്ത് ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, ഹൃദയങ്ങളെ ഉയർത്തുകയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താനുള്ള ആഹ്വാനമാണ്. ഉടനെ ആളുകൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തിയിരിക്കുന്നൊക്കെ പറയും. അപ്പൊ അവിടെ ഹൃദയങ്ങളെ ഉയർത്തുമ്പോഴത്തേക്കും ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ബിബ്ലിക്കൽ ട്രഡീഷനിൽ ദൈവത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും God is surrounded by an infinite number of angels. അതുകൊണ്ട് പലപ്പോഴും ലോർഡ് ഓഫ് ദി ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവ എന്ന് യഹൂദന്മാർ പറയുന്നത്. ഗോഡ് ഈസ് സറൗണ്ടഡ് ബൈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഏഞ്ചൽസ്. ഏഞ്ചൽസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വേറെ ഒരു പണിയില്ല. 24 മണിക്കൂറും 365 ദിവസവും ഗ്ലോറിഫൈങ് ഗോഡ്. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തില് 3-ാം വാക്യത്തില് ഹോളി 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 ഗോഡ് ഓൾമൈറ്റി എന്ന് പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മാത്രമേ ഉള്ളൂ. അതായത് ഏഞ്ചലിക് പ്രയേഴ്സിനകത്ത് വാക്കുകളുടെ ഒത്തിരി വാക്കുകളില്ല അവർക്ക്. അപ്പൊ നമ്മുടെ പിന്നെ ക്രിസ്തീയ സഭയില് പ്രാർത്ഥനകൾക്കകത്ത് അനാഫോറ മറ്റേ ഒക്കെ ഒത്തിരി നീണ്ട പ്രാർത്ഥനകളുണ്ട്. പക്ഷേ മാലാഖമാരുടെ പ്രാർത്ഥനയിൽ അവർക്ക് വളരെ കുറച്ച് വാചകങ്ങൾ മാത്രമേ ഉള്ളൂ. ഹോളി ഹോളി ഹോളി, അല്ലെങ്കിൽ അവര് സുറിയാനിലാണെങ്കിൽ കാദീഷ് കാദീഷ് കാദീഷ്, നിങ്ങൾ ഗൽദായ സുറിയാനി രീതിയിലാണ് കന്ദീഷ് 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 എന്ന് പറയും. അതാണ് മാലാഖമാരുടെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. അപ്പം ആ കാര്യം അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പം ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, വി ആർ ടേൺ ടുവേഴ്സ് ദ ലോർഡ്. അപ്പം എല്ലാവരും ദൈവത്തെ പറ്റി ചിന്തിക്കുന്നു, മാലാഖമാരെ പറ്റി ചിന്തിക്കുന്നു. അവിടെ മാലാഖമാരുടെ കാര്യം പ്രത്യേകമായിട്ട് എടുത്tu പറയുന്നു. അതിനാണ് ഈ ആ പ്രാർത്ഥനയ്ക്ക് സാങ്ക്ടസ് എന്നാണ് പറയുന്നത്. SANCTUS, സാങ്ക്ടസ്. സാങ്ക്ടസ് എന്ന് പറയുന്നത് വിശുദ്ധൻ, ഹോളി എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ലാറ്റിൻ വാക്കാണ്. അപ്പൊ ലിറ്റർജിക്കൽ സ്റ്റഡീസിനകത്ത് ഈ പ്രാർത്ഥനയുടെ പേര് സാങ്ക്ടസ് ആണ്. എല്ലാ കുർബാനകളിലും, ലാറ്റിൻ കുർബാനയിലും എല്ലാ പൗരസ്ത്യ കുർബാനകളിലും ഈ സാങ്ക്ടസ് എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട്. അതായത് മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ള കാര്യം അനുസ്മരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ തിയോളജിക്കലായ മീനിങ് ഇതാണ്: we the believers, we join the angels, the infinite number of angels, and we glorify God along with the angels എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിനകത്തുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ
നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റിനകത്ത് 5-ാമത്തെ പ്രാർത്ഥനയാണ്. ദ പ്രീസ്റ്റ് റൈസസ് ഹിസ് വോയിസ്. നിങ്ങളുടെ കൈവശം ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക. ഇങ്ങനെയാണ്: ഹും ദ ഹെവൻസ് ഓഫ് ഹെവൻ ഗ്ലോറിഫൈ വിത്ത് ദെയർ ഹോസ്റ്റ്. ആകാശങ്ങളുടെ ആകാശങ്ങൾ അവയുടെ സൈന്യങ്ങളോടുകൂടി സ്തുതിക്കുന്നവനെ. അത് കഴിഞ്ഞിട്ട് സമസ്ത സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്ന പറയുന്നത്. The sun, the moon, and all the choir of stars, earth, seas, and all that are in them. ഈ പറയുന്നത് സങ്കീർത്തനങ്ങളുടെ ആശയമാണ്. The whole creation is glorifying God എന്നുള്ളത് സങ്കീർത്തനങ്ങൾ പറയുന്ന കാര്യമാണ്. അപ്പൊ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ ആകാശത്തിലുള്ള സ്വർഗത്തിലുള്ള എല്ലാ സൈന്യങ്ങളും, സൺ, മൂൺ ആൻഡ് ഓൾ കൊയർ ഓഫ് സ്റ്റാർസ്, എല്ലാ മാലാഖമാരും, എല്ലാ നക്ഷത്രങ്ങളും, ഭൂമി, സമുദ്രങ്ങള്, അവയിലുള്ളതെല്ലാം. ഇത് കഴിഞ്ഞിട്ട് ദി ഹെവൻലി ജെറുസലേം, ദി ചർച്ച് ഓഫ് ദി ഫസ്റ്റ് ബോൺ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഹെവൻ. അത് ഈ എപ്പിസിൽ ടു ദി ഹീബ്രൂസ് ചാപ്റ്റർ 12 ഒരു ഭാഗമാണ്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരെന്ന് പറയുന്ന ആ ഭാഗം. ഞാനത് പെട്ടെന്ന് പറയാം എവിടെയാണെന്നുള്ളത്. ഓക്കെ, എനിവേ ഈ എപ്പിസോഡ് ടു ദി ഹീബ്രൂസ് ചാപ്റ്റർ 12 എന്നുള്ള എപ്പിസോഡ് ടു ദി ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 22 and 23 ആണ് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, ദി ഫസ്റ്റ് ബോൺ ഹു ആർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഹെവൻ. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദോസ് whose name are inscribed in heaven, അവരെല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ച് നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പിന്നെ ബൈബിളിൽ പറയുന്നത് they are sleeping, those who are fallen asleep, and also they enjoy the company of the saints. അതാണ് ലാസറിന്റെ ഉപമയിൽ നമ്മൾ കാണുന്നത്. ലാസർ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ലാസർ എൻജോയ്സ് ദി കമ്പനി ഓഫ് ദി ഫെലോഷിപ്പ് ഓഫ് എബ്രഹാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ഉദ്ദേശിച്ചാണ് പറയുന്നത് ദി ഫസ്റ്റ് ബോൺ ഹു ആർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഹെവൻലി ജെറുസലേം. അത് കഴിഞ്ഞിട്ട് പിന്നെ മാലാഖമാരുടെ വിവിധ ഗണങ്ങളെ പറ്റി പറയുന്നു. അത് ഈ യാക്കോബിന്റെ അനാഫയുടെ പ്രത്യേകതയാണ്. ഏഞ്ചൽസ്, ആർച്ച് ഏഞ്ചൽസ്, പ്രിൻസ്ഡംസ്, അതോറിറ്റീസ്, ത്രോൺസ്, ഡൊമിനിയൻസ്, പവേഴ്സ് വിച്ച് ആർ above the world, heavenly hosts, സ്വർഗീയ സൈന്യങ്ങള്, the many-eyed cherubim and the six-winged seraphim, who with 2 wings cover their faces, and with 2 their feet, and with 2 fly. ഇത് യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യമാണ്. എന്നിട്ട് with 2 fly one to another with unceasing mouths and with unsilenced theology, utter a praise of victory of great beauty with a splendid voice, praising, shouting, crying out and saying, പറഞ്ഞ ആളുകളുടെ പ്രതിവാക്യം, ഹോളി ഹോളി ഹോളി, കാദീഷ് 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 എക്സെട്ര, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സഭകളിലും ഇൻക്ലൂഡിംഗ് ദി ലാറ്റിൻ ചർച്ച്, സാങ്ക്ടസ് ഈസ് പാർട്ട് ഓഫ് ദി യൂക്കറിസ്റ്റ്, കുർബാനയുടെ ഭാഗമാണ്. അവിടെ പലപ്പോഴും പല സഭകളിലും ഈ സാങ്ക്ടസ് മലാഹമാരുടെ സ്തുതിപ്പിനെ പറ്റി ചിലവും ക്രിസ്തുവുമായിട്ടായിരിക്കും പരാമർശിക്കുന്നത്. എന്നാൽ യാക്കോബിന്റെ അനാഫോറയ്ക്കകത്ത് അല്പം വിശദമായിട്ട് പറയുന്നുണ്ട്. മാലാഹമാരുടെ 9 ഗണങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഇതൊക്കെ ഹീബ്രുവിലുള്ള വാക്കുകൾ, അത് സുറിയാനിലുള്ള വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. ഏഞ്ചൽസ്, ആർച്ച് ഏഞ്ചൽസ്, പ്രിൻസ്ഡംസ്, അതൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ് കേട്ടോ. അതോറിറ്റീസ്, ഞങ്ങളുടെ ഈ മലയാളത്തിലുള്ള കുർബാനയ്ക്കകത്ത് സുറിയാനി വാക്കുകൾ തന്നെ അതുപോലെ കൊടുത്തിരിക്കുക. അല്ലാതെ അത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം അല്പം ഒരു വികൃതമായി തീരും. സോ ഏഞ്ചൽസ്, ആർച്ച് ഏഞ്ചൽസ്, പ്രിൻസ്ഡംസ്, അതോറിറ്റീസ്, ത്രോൺസ്, ഡൊമിനിയൻസ്, പവേഴ്സ് വിച്ച് ആർ എബോവ് ദി ഹെവൻ,
ഹെവൻലി ഹോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ചെറൂബിം, സെറാഫീം എക്സെട്ര. അപ്പൊ ഇതിന്റെ അർത്ഥം ഇതാണ്, ദ ഏഞ്ചൽസ് ആർ ഇൻന്യൂമറബിൾ. അതുകൊണ്ടാണ് ഈ യഹൂദന്മാര് ദൈവത്തെ പറ്റി സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുന്നത്. ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുമ്പോൾ ഗോഡ് ഈസ് ഓൾമൈറ്റി, ഇൻഫിനിറ്റ്ലി പവർഫുൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. an infinite number of angels surround God. ഇതാണ് പറയുന്നത്. എന്നിട്ട് അവര് രണ്ടുകൊണ്ട്, അത് യെശയ്യാവിന്റെ പുസ്തകം അനുസരിച്ചാണ്, വിത്ത് 2 wings cover their faces and with 2 their feet and with 2 fly one to another. എന്ന് വെച്ചാൽ one to another വെച്ചാൽ ഇങ്ങനെ ദൂരോട്ട് പറന്നു പോകുന്നില്ല, ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ പറന്ന് നിൽക്കുകയാണ്. വിത്ത് അൺസീസിങ് മൗസ്, ഒരിക്കലും ശാന്തമായി 24 മണിക്കൂർ 360 ദിവസം അവര് പരിശുദ്ധൻ 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 കാദീഷ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിത്ത് അൺസൈലൻസ്ഡ് തിയോളജി, അതായത് ഒരിക്കലും നിശബ്ദമാകാത്ത തിയോളജി. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദൈവത്തിന്റെ സ്തുതിക്കാണ് തിയോളജി എന്ന് അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. തിയോളോഗിയ, നമ്മളെല്ലാം ഇപ്പം നിങ്ങളെല്ലാം തിയോളജി പഠിക്കുകയാണ്. എല്ലാവരുടെയും വിചാരം ഈ തിയോളജി എന്ന് പറയുന്നത് ഫിലോസഫി പോലുള്ള കുറെ വലിയ കഠിനമായ വിഷയങ്ങൾ, ഗഹനമായ വിഷയങ്ങൾ, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത വാക്കുകളും ആശയങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഈ ചർച്ച് ഫാദേഴ്സ്, അത് ലാറ്റിൻ ഫാദേഴ്സ് ആകട്ടെ, ഗ്രീക്ക് ഫാദേഴ്സ് ആകട്ടെ, സുറിയാനി പിതാക്കന്മാരാകട്ടെ, തിയോളോഗിയ, ആ വാക്കിന്റെ അർത്ഥം വേർഡ് ഓഫ് ഗോഡ് എന്ന, വേർഡ് അബൌട്ട് ഗോഡ്. തിയോളോഗിയ ഈസ് പ്രൈമർലി പ്രയർ. പലപ്പോഴും ഈ ചില ആളുകള് പിന്നെ ഈ ആരാധനയെ പറ്റി വലിയ പിടിയില്ലാത്തൊരു പറയും, ആരാധനയ്ക്കകത്ത് കുറെ സ്തുതിയൊക്കെ ഉണ്ട്, തിയോളജി ഒന്നുമില്ല. The basic theology is our worship, our prayers. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസ അനുസൃതമായ ആശയങ്ങളാണ് നമ്മൾ പ്രാർത്ഥനയിൽ ആവിഷ്കരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇതെല്ലാം utter a praise of victory of great beauty, വളരെ അതിസുന്ദരമായ ഒരു സ്തുതിഗീത അവർ പാടുകയാണ്. സ്പ്ലെൻഡിഡ് വോയിസ്. എന്നിട്ട് വീണ്ടും ആവർത്തിക്കുന്നു, പ്രൈസിങ്, ഷൗട്ടിങ്, ക്രൈയിങ് ഔട്ട് ആൻഡ് സെയിങ് ഹോളി ഹോളി ഹോളി. അവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ റെപ്പിറ്റേഷന്റെ ആശയം ഞാൻ മുമ്പേ പറഞ്ഞു. ഒരാശയം ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നതിന് പകരമുള്ളതാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രയർ ഓഫ് ഓഫറിങ് കഴിഞ്ഞു. കാർമികന ഈ മാലാഖമാരുടെ സ്തുതിപ്പിനെ പറ്റി ഒക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, വി സ്റ്റാൻഡ് ബിഫോർ ഗോഡ്, വി സ്റ്റാൻഡ് ബിഫോർ ദി ഓൾട്ടർ ഓഫ് ഗോഡ്. ഇപ്പൊ നമ്മൾ ഈ സിംബൽസ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പല സഭകളിലും അതിന്റെ അർത്ഥം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അൾത്താര എന്ന് പറയുന്നത് ബേസിക്കലി, അതായത് അത് ഈസ്റ്റ് സിറിയൻ ആകട്ടെ വെസ്റ്റ് സിറിയൻ ആകട്ടെ, ദർ ഈസ് ദി ത്രോൺ ഓഫ് ഗോഡ്, യഹോവയുടെ സിംഹാസനമാണ്. അത് വെളിപാട് പുസ്തകത്തിന്റെ ആശയമാണ്. 24 മൂപ്പന്മാര്, എന്ന് വെച്ചാൽ 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്റ്റലന്മാരും, they stand before the throne of God and they worship God. അപ്പം അത് സിംഹാസനം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലേ? ഒരച്ഛന്റെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അഭിമേലക്കച്ഛന്റെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. അച്ഛന് കുഴപ്പമില്ല. അഭിമേലക്കച്ഛൻ എവിടെയാ? അച്ഛൻ ഇപ്പൊ എവിടെയാ? ഞാൻ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അച്ഛൻ എവിടെയാ? നാട്ടിലാണോ പുറത്താണോ? അച്ഛൻ പറഞ്ഞ് കേൾക്കത്തില്ല. കുഴപ്പമില്ല. ആണോ? എവിടെയാ അച്ഛാ? ഞാൻ തൃശ്ശൂരാണ്. ആ, അത് ശരി. എനിക്ക് പേര് കേട്ടപ്പോ തോന്നി തൃശ്ശൂരുകാരുടെ പേര് അഭിമേലേക്ക്. അച്ഛന് സിറോ മലബാർ സഭയാണോ അതോ കാൽഡിയൻ ചർച്ച് ആണോ? കാൽഡിയൻ സിറിയൻ ചർച്ച് ആണോ? ഓക്കെ. നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ എനിക്ക് എന്നെ അറിയാവുന്നവരെ വളരെ അടുപ്പമുള്ളവരായിരുന്നു കേട്ടോ. അപ്രയം തിരുമേനി, അതുപോലെ യുഹാനൻ തിരുമേനിയെ പഠിപ്പിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഔഗേൻ തിരുമേനി ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ പല അച്ഛന്മാരെ ഞങ്ങൾ കോട്ടയത്ത് പഠിപ്പിച്ച. ഓക്കെ, എനിവേ നമുക്ക് തുടരാം.
അപ്പം ഈ മാലാഖമാരുടെ സ്തുതിപ്പ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഈ കാർമികൻ, ഇത് കഴിഞ്ഞ പറഞ്ഞ ആളുകള് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, ആ പ്രതിവാക്യം ആളുകൾ ചൊല്ലുന്നു. ആ സമയത്ത് ഈ പ്രീസ്റ്റ് കാർമികൻ ഒരു പ്രാർത്ഥന രഹസ്യമായിട്ട് ചൊല്ലുന്നുണ്ട്. അത് വേദശാസ്ത്രപരമായിട്ട് തിയോളജിക്കലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രാർത്ഥനയാണ്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 6ാമത്തെ നമ്പറാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കാർമികൻ ചൊല്ലുകയാണ്: യു ആർ ഇൻ ട്രൂത്ത് ഹോളി, King of the worlds and the giver of all holiness. Holy is also your only begotten Son, our Lord and God Jesus Christ. Holy is also your Holy Spirit, who searches all, and even the deep things of you, O God the Father, God and Father. You are holy, almighty, and omnipotent, terrible, good, who shares in the sufferings, especially towards your creature. അപ്പം ദൈവത്തെ the Holy Trinity is glorified. Trinity is glorified. ഇതിന് ശേഷം ഇനിയുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ട് who made man out of earth, മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു, having bestowed upon him the delight of the paradise. അപ്പം സൃഷ്ടിച്ച് അവന് പർദീസയിലെ സന്തോഷങ്ങൾ അവന് ദാനമായിട്ട് നൽകി. ഇത്രയും കഴിഞ്ഞിട്ട് when he had transgressed your commandment and had fallen, അവൻ നിന്റെ കൽപ്പന ലംഘിച്ച് വീണുപോയപ്പോൾ you did not disregard and did not leave him, O good one. അപ്പം അവനിങ്ങനെ വീണുപോയപ്പം നീ അവനെ അവഗണിച്ചില്ല, നീ അവനെ ഉപേക്ഷിച്ചതുമില്ല. ഓ ഗുഡ് വൺ, നല്ലവനെ. But chastened him as a father, fair of mercies, having called him through the law, you guided him through the prophets. അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വീണുപോയതിനു ശേഷം മനുഷ്യനെ ഉപേക്ഷിച്ചില്ല, അവഗണിച്ചില്ല. പക്ഷേ ഒരു കാരുണ്യവാനായ പിതാവിനെ പോലെ നീ അവനെ ശിക്ഷിച്ചു, ശിക്ഷണം നൽകി. Having called him through the law, you guided him through the prophets. അപ്പം അവനെ ന്യായപ്രമാണവും പ്രവാചകന്മാരും മുഖാന്തരം നീ വഴി നടത്തി. പഴയ ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഇത്രയും കഴിഞ്ഞിട്ട് ഫൈനലി you did send your only begotten Son himself to the world, our Lord and God Jesus Christ, in order to renew your image. ഒടുവില് നിന്റെ ഏകപുത്രൻ തന്നെ ലോകത്തിലേക്ക് അയച്ചു. എന്തിനാ? to renew your image, നിന്റെ പ്രതിരൂപത്തെ പുതുതാക്കാൻ വേണ്ടിയിട്ട്. അവിടെ അത് പൗരസ്ത്യ വേദശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ വെസ്റ്റേൺ തിയോളജിയിൽ നമ്മൾ ഈ ബലിയെ പറ്റി ഒത്തിരി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ആൻസലത്തിന്റെ ഒക്കെ കാലത്തിന് ശേഷം മിഡിൽ ഏജിലൊക്കെ ഈ യാഗത്തെ പറ്റി കൂടുതൽ പറഞ്ഞു. രക്തം പ്രതിപരമായിട്ട് കൊടുത്തു എന്നുള്ള ഒരു ഇമേജ് ഉപയോഗിക്കുന്നത് വളരെ പോപ്പുലറായി. അതിന്റെ ഒരു പരിണതി ഭാവമാണ് ഈ സേക്രഡ് ഹാർട്ട് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഓർത്തഡോക്സ് സഭകളിൽ ഇല്ലാത്ത ഒന്നാണ് ഈ സേക്രഡ് ഹാർട്ട്, മുറിവേറ്റ ഹൃദയത്തിന്റെ ആ ചിത്രം. ഇവിടെ പറയുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെ അധപ്പതിച്ചു പോയപ്പം പ്രവാചകന്മാരെയൊക്കെ അയച്ചു നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒടുവില് ഫൈനലി യു ഡിഡ് സെൻഡ് യുവർ ഓൺലി ബിഗോട്ടൺ സൺ ഹിംസെൽഫ് ടു ദി വേൾഡ്. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവർ ലോർഡ് ആൻഡ് ഗോഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ഓർഡർ ടു റിന്യൂ യുവർ ഇമേജ്, നിന്റെ പ്രതിരൂപത്തെ പുതുതാക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഈ വീഴ്ചയുടെ ഫലമായിട്ട് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 1:26 man was created in the image and likeness of God എന്ന് പറയുന്നുണ്ട്. അത് പാപത്തിന്റെ വീഴ്ചയുടെ ഫലമായിട്ടും ഇമേജ് വാസ് നോട്ട് ലോസ്റ്റ് എന്നല്ലേ ഈസ്റ്റേൺ ഫാദേഴ്സ് പറയുന്നത്. ദി ഇമേജ് ബിക്കെയിം ഡിസ്റ്റോർട്ടഡ്, അല്ലെങ്കിൽ അത് ചെളി പുരണ്ട രീതിയിലായിട്ട്, കറ പുരണ്ട രീതിയിലായി തീർന്നു. ആ പഴകിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതിനെ പുതുതാക്കാൻ വേണ്ടി നിന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് when he had come down and taken flesh by the Holy Spirit and from the Holy Mother of God, the ever Virgin, Blessed Mary,
he conversed with men, he മനുഷ്യനുമായിട്ട് ഇടപെട്ടു, having ordered everything for the salvation of our race. അപ്പം മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യവർഗത്തിന്റെ റെസ്റ്റോറേഷൻ ആയിരുന്നു, റിന്യൂവൽ ഓഫ് ദി ഫോളൻ ഹ്യൂമാനിറ്റി. അപ്പൊ അത് ഈ ഈസ്റ്റേൺ തിയോളജി വെസ്റ്റേൺ തിയോളജി നമ്മളുടെ വ്യത്യാസത്തെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേകത ഇതാണ്, ഇത്തരത്തിലുള്ള ചില ഇമേജിലുള്ള വ്യത്യാസമാണ്. അപ്പം അവന് മനുഷ്യനുമായിട്ട് ഇടപെട്ടു. അത് കഴിഞ്ഞ് ഹാവിങ് ഓർഡേഡ് എവറിഥിങ് ഫോർ ദി സാൽവേഷൻ ഓഫ് അവർ റൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സ്ഥാപന വചനത്തെ പറ്റി പറയുന്നത്. അപ്പം ഈ വീണുപോയ മനുഷ്യന്റെ പുനരുത്ഥാനത്തിന്, പുതുക്കത്തിന്, ആ പഴകിപ്പോയ ആ ഇമേജിന്റെ സ്വരൂപത്തിന്റെ പുതുക്കത്തിന് വേണ്ടി എല്ലാം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കുർബാന സ്ഥാപിച്ചെന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അവിടെ ബലി എന്ന് പറയുന്നത് ആ അർത്ഥത്തിനല്ല, ആശയത്തിനല്ല കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് സ്ഥാപന വചനങ്ങൾ, when he was about to receive the voluntary death for us sinners, he himself without sin, the night in which he was delivered for the life and salvation of the world, having taken bread in his holy and spotless and undefiled hands, he showed to you God the Father, and gave thanks, blessed and sanctified, broke and gave to his disciples and apostles, saying, take, eat of it, all of you. This is my body, which is for you and for many, is broken and given for the remission of sins and for the life that is forever. Amen. അവൻ അവിടെ സ്ഥാപന വചനത്തിന്റെ പറയുന്നത്. അപ്പൊ ഈ സ്ഥാപന വചനത്തിന്റെ ഒരു നമ്മള് പ്രധാനമായിട്ട് കുർബാന സ്ഥാപനത്തെ പറ്റി പുതിയ നിയമത്തിന് 4 ഭാഗങ്ങളിലാണ് പറയുന്നത്. സിനോപ്റ്റിക് ഗോസ്പൽസ്, മത്തായി, മർക്കോസ്, ലൂക്കോസ് അവർ പറയുന്നു. ദെൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 11 പറയുന്നുണ്ട്. ഇത് കൂടാതെ നമുക്കറിയാം ഈ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത സംഭവങ്ങൾ, 5 അപ്പം 5000 പേർക്ക് കൊടുത്തു, അല്ലെങ്കിൽ 7 അപ്പം 4000 പേർക്ക് കൊടുത്തു. ഈ ചർച്ച് ഫാദേഴ്സ് എല്ലാ പാരമ്പര്യങ്ങളിലും, അത് ലാറ്റിൻ, സിറിയക്ക്, ഗ്രീക്ക്, എല്ലാ ഫാദേഴ്സും ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിന് കുർബാനയുടെ അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇന്റർപ്രറ്റഡ് ഇൻ ടേംസ് ഓഫ് ദി യൂക്കറിസ്റ്റ്. അപ്പൊ അതിനകത്ത് കുർബാനയ്ക്കകത്ത് കർത്താവ് കുർബാന സ്ഥാപിച്ചപ്പോൾ 4 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് ലാസ്റ്റ് സപ്പറിന്റെ സമയത്ത് കർത്താവ് ക്രിസ്തു ചെയ്ത്. അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പം ഈ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന ആ സംഭവത്തിൽ അല്ലെങ്കിൽ 7 അപ്പം 4000 പേർക്ക് കൊടുക്കുന്ന സംഭവത്തിനകത്തും ഇതേ കാര്യമാണ് നടക്കുന്നത്. ജീസസ് took the bread. ഒരു സെക്കൻഡ്. Jesus took the bread and he blessed it, he broke it and gave. അപ്പം ആ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് കുർബാനയുമായിട്ടുള്ള സാമ്യമുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ സുറിയാനി സഭയിലെ, അതായത് ശ്രീ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ കുർബാനകളിൽ ഈ സ്ഥാപന വചനങ്ങൾക്കകത്ത് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളിലെ വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 80 പര അനാഫറമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അനാഫറമുള്ള വാചകങ്ങളിൽ പലപ്പോഴും വൈവിധ്യമുണ്ട്. ഈ പറയുന്ന കുർബാന സ്ഥാപനം കൂടാതെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളിൽ നിന്നുള്ള വാക്കുകളും വാചകങ്ങളും എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചതിനകത്ത് he took the bread in his hands and showed to you, നിന്നെ കാണിച്ചു എന്ന് പറയുന്നത് അത് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാചകമാണ്. ഓക്കെ, അപ്പം സ്ഥാപന വചനങ്ങൾ, വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഇത് തന്നെയാണ് ഈ വീഞ്ഞിന്റെ കാര്യത്തിലും അതെടുത്ത് വാഴ്ത്തിയ കാര്യം പറയുന്നു. അപ്പൊ ഇത്രയും ഉള്ള കാര്യങ്ങൾ, ഒന്ന് ഈ നമ്മൾ ഡയലോഗിന്റെ കാര്യം പറഞ്ഞു. ദെൻ പ്രയർ ഓഫ് ഓഫറിങ്, സാങ്ക്ടസിന്റെ കാര്യം പറഞ്ഞു. സാങ്ക്ടസിന്റെ തുടർച്ചയായിട്ട് ഈ സ്ഥാപന വചനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവിന് ശേഷം ഈ ഉള്ള ക്രിസ്തുവിന്റെ മരണത്തെ പറ്റി, ഉത്ഥാനം, ഇതൊക്കെ പറഞ്ഞ് ഉള്ള പ്രാർത്ഥന. അതിനാണ് അനംനേസിസ് എന്നാണ് പറയുന്നത്. അനംനേസിസ്
ഞാൻ ആ ടെക്സ്റ്റിനകത്ത് ആ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശേഷമുള്ള അനംനേസിസ്. അനംനേസിസിനകത്ത് ഇപ്പം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ പിന്നെ അപ്പവും വീഞ്ഞും പിന്നെ വാഴ്ചയ്ക്ക് ശേഷം, ഡു ദിസ് ഇൻ റിമംബറൻസ് ഓഫ് മീ, ഫോർ whenever you eat this bread and drink this cup, you proclaim my death until I come. ഉടനെ ആളുകൾ ഞങ്ങൾ നിന്റെ മരണവും ഉത്ഥാനവും ഒക്കെ ഓർക്കുന്നു പറയുന്നു. അത് കഴിഞ്ഞിട്ട് there is a prayer which is also part of the anamnesis. അതിനകത്ത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റിനകത്ത് 10ാമത്തെ പ്രാർത്ഥനയാണ്, അതായത് സെക്ഷൻ നമ്പർ 10. Remembering therefore, O Lord, your death, your resurrection, and on the third day from the dead, and your ascension to heaven, and your session at the right hand of God the Father, and your fearful and glorious second coming, when you are going to judge the universe with justice, and when you are going to reward everyone according to his deeds, etc. അപ്പോൾ ചുരുക്കത്തില് ഈ അനംനേസിനകത്ത് ക്രിസ്തുവിന്റെ മരണം, ഉത്ഥാനം, അതുപോലെ തന്നെ സ്വർഗാരോഹണം, പിതാവാൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പ്, ഹിസ് സെക്കൻഡ് കമ്മിങ് ആൻഡ് ഫൈനൽ ജഡ്ജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അനുസ്മരിക്കുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് then comes the epiclesis or invocation of the Holy Spirit. റൂഹ ക്ഷണ പ്രാർത്ഥന. എപ്പിക്ലേസിസ് ആ വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. കോളിംഗ്, ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞ തുല്യമായിട്ടുള്ള ഗ്രീക്ക് വാക്കാണ് എപ്പിക്ലേസിസ് എന്ന് പറയുന്നത്. റൂഹാക്ഷണ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ഇൻവൊക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അത് എല്ലാ സുറിയാനി, എല്ലാ പൗരസ്ത്യ സഭകളുടെയും കുർബാനയുടെ ഭാഗമാണ്, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻവൊക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അവിടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ യാക്കോബിന്റെ അനാഫോറയ്ക്കുള്ള ഇൻവൊക്കേഷൻ ഇങ്ങനെയാണ്: ഹൗ മേഴ്സി അപ്പോൺ us God the Father Almighty, send upon us. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളുടെ മേൽ അയക്കണമേ. Send upon us and upon these offerings that are set forth. അതായത് ഞങ്ങളുടെ മേലും സമർപ്പിച്ചിരിക്കുന്ന ഈ അർപ്പിത വസ്തുക്കളുടെ മേലും നിന്റെ ആത്മാവിനെ അയക്കണമേ. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകൾ പറയുകയാണ്. യുവർ സ്പിരിറ്റ്, the Lord, life giver, who is equal to you, God the Father, to you, and your Son, in session, in kingdom, substance and eternity. അപ്പൊ ചുരുക്കത്തില് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഹു ഈസ് ഈക്വൽ ടു യു ആൻഡ് ടു ഈക്വൽ ടു യു ഗോഡ് ദി ഫാദർ ആൻഡ് യുവർ സൺ. പിതാവാൻ ദൈവം നിന്നോടും നിന്റെ പുത്രനോടും സിംഹാസനത്തിലും രാജ്യത്തിലും സത്തയിലും നിത്യതയിലും തുല്യനായിരിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ പ്രത്യേകതകൾ, അതൊക്കെയാണ് ഈ യാക്കോബിന്റെ അനാഫയുടെ പ്രത്യേകത. ആ തിയോളജിക്കൽ ആശയങ്ങൾ, ഇപ്പൊ നമ്മള് ഈ വേദശാസ്ത്രപരമായ ആ സത്യങ്ങള് അതിന് അതിന്റെ പ്രസക്തി എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ്. അപ്പം ദി തിയോളജിക്കൽ ഐഡിയാസ് ആർ യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ദി പ്രേയേഴ്സ്. അപ്പം പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു. ഇനി പരിശുദ്ധാത്മാവ് ചരിത്രത്തിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഹു സ്പോക്ക് ത്രൂ ദി ലോ ആൻഡ് ത്രൂ ദി പ്രോഫിറ്റ്സ്, ന്യായപ്രമാണവും പ്രവാചകന്മാരെ മുഖാന്തരം സംസാരിക്കുകയും, ആൻഡ് ത്രൂ യുവർ ന്യൂ ടെസ്റ്റമെന്റ്, who descended in the form of a dove upon our Lord Jesus Christ in the river Jordan, who descended upon your holy apostles in the form of the tongues of fire. അപ്പം പരിശുദ്ധാത്മാവ് നിത്യതയിൽ ആരാണെന്ന് പറഞ്ഞു. അതുപോലെ രക്ഷാചരിത്രത്തില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധ റൂഹ എന്തൊക്കെ ചെയ്തെന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. അപ്പൊ ആ പ്രാർത്ഥന ആരംഭിക്കുമ്പോഴത്തേക്കും സെൻഡ് അപ്പോൺ us and upon these offerings എന്നാ പറയുന്നത്. അവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ വരവിനെ പറ്റി പറയുമ്പോൾ അതായത് മാറിക്ക് അത് ഉപയോഗിച്ചിരിക്കുന്നത് ആ എപ്പിക്ലീസിനകത്ത് പറയുന്ന വാചകം എങ്ങനെയാ? മേ യുവർ ഹോളി സ്പിരിറ്റ് കം എന്നാ പറയുന്നത്, അല്ലെ? നിന്റെ ആത്മാവ് വരയണമേ. നീസേ റൂഹോക്ക്, നീസേ റൂഹോക്ക്, നിന്റെ ആത്മാവ് വരയണമേ. അപ്പം ഈ എപ്പിക്ലീസിനകത്ത്
2 ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കം അല്ലെങ്കിൽ മേ ഹി കം എന്ന് പറയുന്ന ഫോം. അതായത് മാറിക്കകത്ത് മേ ഹി കം, അവൻ വരയണമേ എന്ന് പറയുന്ന പ്രാർത്ഥന രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പല പൗരസ്ത്യ കുർബാനകളിലും യാക്കോബിന്റെ അനാഫറ ഉൾപ്പെടെ അയക്കണമേ എന്നുള്ള ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ രണ്ടും ബിബ്ലിക്കലാണ്. ഈ ഇതിനകത്ത് കുറച്ചുകൂടെ പഴക്കമുള്ള ഫോം എന്ന് പറയുന്നത് കം എന്ന് പറയുന്ന ആ ഫോമാണ്, അല്ലെങ്കിൽ അവൻ വരയണം എന്ന് പറയുന്ന ഫോമാണ്. ഇവിടെ യാക്കോബിന്റെ അനാഫറയ്ക്കകത്ത് സെൻഡ് എന്ന് പറഞ്ഞ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നു സെൻഡ് അപ്പോൺ അസ് ആൻഡ് അപ്പോൺ ദീസ് ഓഫറിങ്സ്, ഞങ്ങളുടെ മേലും ഈ അപ്പവീഞ്ഞുകളുടെ മേലും അയക്കണമേ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ മേലും അപ്പവീഞ്ഞുകളുടെ മേലും. അവിടെ the spirit comes and makes the community the body of Christ. ആത്മാവ് വന്ന് ഈ ആരാധനാ സമൂഹത്തെ ക്രിസ്തുവിന്റെ ശരീരവുമായ സഭയാക്കി തീർക്കുന്നു. അതേ ആത്മാവ് തന്നെ വന്ന് ഈ അപ്പവീഞ്ഞുകളെ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആക്കി തീർക്കുന്നു. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. The spirit comes upon the Eucharistic assembly and also upon the offerings. അപ്പം അത് വേദശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം ഇതാണ്. ഈ പരിശുദ്ധാത്മാവ് വരുന്നത് അപ്പവീഞ്ഞുകളുടെ മേൽ മാത്രമല്ല, ജനങ്ങളുടെ മേലും വരുന്നുണ്ട്. അത് പല പൗരസ്ത്യ അനാഫറകളിലും പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ലാറ്റിൻ ചർച്ചില് സ്ഥാപന വചനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എപ്പിക്ലീസിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ പൗരസ്ത്യ സഭകളിൽ പലപ്പോഴും സ്ഥാപന വചനങ്ങളെക്കാൾ അല്പം കൂടി പ്രാധാന്യം കൊടുത്തിരിക്കുന്ന എപ്പിക്ലീസിനാണ്. അത് ഞാൻ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എപ്പിക്ലീസ് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് ഇന്നിപ്പം കാർമിക രഹസ്യമായിട്ടാണ് ചൊല്ലുന്നത്. അത് കഴിഞ്ഞ് ശബ്ദം ഉയർത്തി 2 പ്രാർത്ഥനകൾ ചൊല്ലി എപ്പിക്ലീസ് അവസാനിക്കുകയാണ്. അത് ആദ്യം ഇങ്ങനെയാണ്: ഹി റൈസസ് ഹിസ് വോയിസ്, ശബ്ദം ഉയർത്തിയിട്ട്, സോ ദാറ്റ് ടാബർനക്ലിംഗ് may he make this bread the life-giving body, the redeeming body, the heavenly body, and the body that redeems our souls and bodies, the body of the same Lord, our God and Savior Jesus Christ, for the remission of sins and for the life that is forever and ever to those who receive it. Amen. അവിടെ ഞാൻ ഒരു വാക്ക് ആവസിക്കുക, അവൻ ആവസിച്ചു. അവിടെ ഈ ആഗൻ എന്ന് പറയുന്ന സുറിയാനി വാക്കാണ്. അതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് ടാബർനക്ലിംഗ് എന്നാണ്. അപ്പം അത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. അത് ടാബർനക്ലിംഗ് എന്ന് പറയുമ്പം ദി സ്പിരിറ്റ് കംപ്ലീറ്റ്ലി കവേഴ്സ് എന്നുള്ള അർത്ഥമാണ് അതിനകത്തുള്ളത്. അത് ഈ പരിശുദ്ധാത്മാവ് നിന്നുമേൽ ആവസിക്കുമെന്ന് ഈ മറിയാമിനോട് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും സെന്റ് മേരി ഈസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്, വിത്ത് ദി പ്രസൻസ് ഓഫ് ദി സ്പിരിറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പഴയ നിയമത്തില് യഹോവ ദൈവത്തിന്റെ മഹത്വം അവരുടെ കൂടാരത്തിന്മേൽ ആവസിച്ചു. ആകൻ ഒരു കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യുകയാണ്. അപ്പൊ അതൊരു വളരെ തിയോളജിക്കലി ബിബ്ലിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം അപ്പത്തിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അതേ രീതി തന്നെ വീഞ്ഞിന്റെ മേലുള്ള പ്രാർത്ഥന. ആൻഡ് മേ ഹി മേക്ക് ദിസ് മിക്സ്ചർ ഇൻ ദി കപ്പ്, ദി ബ്ലഡ് ഓഫ് ദി ന്യൂ കവനന്റ്, redeeming blood, the life-giving blood, the heavenly blood, and the blood that saves our Lord, our souls and bodies, the blood of the same Lord and God and our Savior Jesus Christ, for the remission of sins and for the life that is forever to those who receive. Amen. അപ്പൊ അവിടെ ഈ ഒത്തിരി ആവർത്തനമുണ്ട്, റെപ്പറ്റീഷൻ ഉണ്ട്. ആ റെപ്പറ്റീഷന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. എപ്പോഴും എന്നതാ ഒരു അണ്ടർലൈൻ ചെയ്യാൻ ആത്മാവിന്റെ സാന്നിധ്യം, ആ അപ്പവീഞ്ഞുകളുടെ പ്രാധാന്യം അത് ഊന്നി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആവർത്തിക്കുന്നത്. ഇനി 14-ാമത്തെ നമ്പർ 14, അത് ആണ് കുർബാനയുടെ ഈ അനാഫോറയിലെ ഈ പറയുന്ന സെൻട്രൽ പാർട്ടിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് the holy mysteries may be to all those who receive them,
for the sanctification of the souls and bodies, for the bearing of the fruits of the good works, and for the confirmation of your holy church, which you have founded upon the rock of faith, and the gates of Sheol shall not overcome her. Deliver her from all the heresies and from the scandals of those who work iniquities, even unto the end of the world, forever and ever. Amen. Okay. അപ്പം ഈ പ്രാർത്ഥനയോടുകൂടി ഇവിടെ 14-ാമത്തെ നമ്പറാണ്. അതോടുകൂടി അനാഫോറയുടെ സെൻട്രൽ പാർട്ട് അവസാനിക്കുകയാണ്. ഇനി വരുന്നത് ഇന്റർസെഷൻസ് ആണ്. അതായത് ലാറ്റിൻ ചർച്ചിന്റെ കാഴ്ചപ്പാടില് ഈ പ്രയർ ഓഫ് ഓഫറിംഗ് തൊട്ട് ഇതുവരെയുള്ള ഭാഗത്തിനാണ് യൂക്കറിസ്റ്റിക് കാനോൻ, യൂക്കറിസ്റ്റിക് പ്രയർ എന്ന് പറയുന്നത്. അവിടെ that is a central part that has a Trinitarian structure, ഒരു തൃത്വ ഘടനയുണ്ട്. The first sanctus is the glorification of the Father. പിതാവിനെ സ്തുതിക്കുന്നതാണ്. Then സ്ഥാപന വചനങ്ങളും അനംനേസിസും പുത്രന്റെ പ്രവർത്തനങ്ങളാണ് പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. Then epiclesis. The church remembers or commemorates the presence and operation of the Holy Spirit. So the anaphora has a Trinitarian structure. ഈ Trinitarian structure അതായത് മാറിക്കകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിതാവിനെ പറ്റി പറയുന്നത്, പുത്രന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്നത്. ചുരുക്കത്തില് എല്ലാ ഈസ്റ്റേൺ അനാഫോറകൾക്കകത്തും ഈ ട്രിനിറ്റേറിയൻ സ്ട്രക്ചർ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. മേക്കാട്ട് കുന്നലച്ഛന് ലൈനിലുണ്ടോ? ഹലോ, നമുക്ക് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കാൻ കുഴപ്പമില്ലല്ലോ അല്ലേ? ഹലോ, ഉണ്ടോ? അച്ഛാ, ഇതുപോലെയുള്ള കാര്യത്തിന് വേണമെങ്കിൽ ഒരു ബ്രേക്കും ആകും, വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. എന്നാ പറയുന്നു? ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് എനിക്കൊരു ബ്രേക്ക് ആവശ്യമാണ്. 1 മണിക്കൂറോട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. ആയിക്കോട്ടെ. മാത്രമല്ല ഇവര് എന്തുമാത്രം കാര്യങ്ങള് അതിനകത്ത് ഇൻവോൾവ് ആയതും കൂടെ എനിക്കൊന്ന് അറിയുകയും ചെയ്യാമല്ലോ. ആർക്കും സംശയങ്ങളൊന്നുമില്ല. ഹലോ അച്ഛാ, ഗുഡ് ഈവനിങ്. ഞാൻ അല്പം താമസിച്ച വന്നപ്പോ അച്ഛൻ ആദ്യം പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിൽ പേരൂടെ പറഞ്ഞ എനിക്ക് സൗകര്യം. എന്റെ പേര് അമൽ. ഞാൻ കണ്ടു, സിഗ്നൽ കണ്ടു. പറഞ്ഞു ചോദിച്ചു. ഈ അദ്ദായി മാറിയുടെ ഈ സീറോ മലബാർ സഭയിലും ചർച്ച് ഓഫ് ജീസസിലുള്ള അദ്ദായി മാറിയുടെ അനാഫറ എന്ന് പറയുന്നത് നമുക്കറിയാം പല റിവിഷൻസ് കടന്നു വന്നതാണ്. ഈശോയാബിന്റെ കാലത്ത് വലിയ റിവിഷൻ ഒക്കെ. ഈ ജേക്കബിന്റെ അനാഫ്രയുടെ റിസെൻഷൻ ഹിസ്റ്ററിയെ കുറിച്ച് ഒന്ന് പറയാം. അച്ഛാ, ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അച്ഛാ. അതെല്ലാം കൂടെ ഇപ്പൊ നമുക്ക് പറയാം. അച്ഛൻ ഈ 2 പുസ്തകങ്ങൾക്ക് അത് പ്രത്യേകം പറയുന്നുണ്ടേ. ഇതിനകത്ത് പല പ്രാർത്ഥനകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ചില പ്രാർത്ഥനകള് അത് ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. റിവിഷൻസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിട്ടുണ്ടേ, യാതൊരു സംശയമില്ല. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ ഡീക്കന്റെ ആഹ്വാനങ്ങള്, ജനങ്ങളുടെ പ്രതിവാക്യങ്ങള്, ഗീതങ്ങളൊക്കെ വളരെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് 13-ാം നൂറ്റാണ്ടില് ഒരു സുറീനോത്രോസ് ചർച്ച് ഫാദർ ബാറബ്രയൂസ് പുള്ളിക്കാരൻ അത് കട്ട് ഷോട്ട് ചെയ്തു. ഈ അനാഫറയ്ക്ക് ദീർഘം കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ കട്ട് ഷോട്ട് ചെയ്ത ഷോർട്ടർ വേർഷനാണ് ഇന്ത്യയിലെ സഭകളെല്ലാം ഉപയോഗിക്കുന്നത്. അതായത് മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ സഭ, പിന്നെ സിറോ മലങ്കര ചർച്ച്,
തോഴിയൂർ സഭയെല്ലാം ഉപയോഗിക്കുന്ന ഷോർട്ടർ വേർഷനാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയാൻ സാധിക്കുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റില് സിറിയൻ ഓർത്തഡോക്സ് സഭയും അതുപോലെ സിറിയൻ കാത്തലിക് ചർച്ചും മാർണേറ്റ് ചർച്ചും ഉപയോഗിക്കുന്നത് ലോങ്ങർ വേർഷനാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അനാഫോറയുടെ സെൻട്രൽ പാർട്ട് എന്ന് ഞാൻ പറയുന്നത് ഈ പ്രയർ ഓഫ് ഓഫറിംഗ് ടു അപ് ടു എപ്പിക്ലേസിസ്, ദാറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് സ്ട്രാറ്റ ഓഫ് ദി അനാഫോറ, ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ദി അനാഫോറ. അവിടെ കാര്യമായ മാറ്റങ്ങൾ അധികം വന്നിട്ടില്ല. ഓക്കെ, മറ്റേ അതിന് മുൻപും പിൻപും ഉള്ള പ്രാർത്ഥനകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒറിജിനലി ഈ യൂക്കറിസ്റ്റിക് പ്രയർ ഒറ്റ പ്രാർത്ഥനയുടെ രൂപമായിരുന്നു. അതായത് എൻ്റെ മാറിക്ക് ആ ഫോം ഉണ്ട് ഒറ്റ പ്രാർത്ഥനയായിട്ട്. എന്നാൽ യാക്കോബിന്റെ അനാഫറയ്ക്കകത്ത് ദി സിംഗിൾ പ്രയർ വാസ് ഡിവൈഡ് ഇൻ ടു വേരിയസ് യൂണിറ്റ്സ്. അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. അതായത് എൻ്റെ മാറിക്ക് അത് അത്രയും മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും ഈ യാക്കോബിന്റെ അനാഫറയുടെ ഗ്രീക്ക് വേർഷനകത്തൊക്കെ ഒറ്റ പ്രാർത്ഥന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേയേറെ ലിറ്റനീസ് ഉണ്ടായിരുന്നു, ലുത്തീനിയകള്. ലുത്തീനിയ മനസ്സിലായി എന്താണെന്നുള്ളത്? അതായത് ദി പ്രീസ്റ്റ് ഓർ എ ഡീക്കൻ ഹി says a prayer and people answers with Lord have mercy on me etc. അങ്ങനെ ഒരു പ്രതിവാക്യം. അങ്ങനെയുള്ള ലിറ്റനീസ് കുറെ ഉണ്ടായിരുന്നു. ആ ലിറ്റനീസ് നിർത്തലാക്കി ലിറ്റനീസിന് പകരം പലപ്പോഴും ഹിംസ് ഏർപ്പെടുത്തി. അതൊരു മാറ്റമാണ്. പിന്നെ ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ എപ്പിക്ലീസ് കഴിഞ്ഞിട്ടുള്ള ഇന്റർസെഷൻ പ്രയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്റർസെഷൻ പ്രയേഴ്സ് അതായത് മാറിക്കകത്ത് ഒറ്റ പ്രാർത്ഥനയായിട്ടാണ്. അത് വളരെ ബ്രീഫാണ് താനും. ഈ സെന്റ് ജെയിംസിനകത്തും അത് ഒറ്റ പ്രാർത്ഥനയായിരുന്നു, ബ്രീഫായിരുന്നു. പക്ഷെ ഇന്ന് ആ ഇന്റർസെഷൻസ് 6 പ്രാർത്ഥനയായിട്ട് ഡിവൈഡ് ചെയ്തു, 6 യൂണിറ്റ്സ് ആയിട്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് 3 യൂണിറ്റ്സ് ആർ ഫോർ ദി ലിവിങ് and the second 3 and the അതായത് 1, 2, 3 first, second and third are for the living and then 4th, 5th and 6th for the departed. അപ്പൊ ഇതിനകത്ത് എല്ലാ സഭകളിലും ഈ ഇന്റർസെഷൻസ് എന്ന അത് 2 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് പാർട്ട് ഫോർ ദി ലിവിങ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഫോർ ദി ഡിപ്പാർട്ടഡ്. അതായത് മാറിക്ക് അതൊക്കെ തന്നെയാണ്. എന്നാൽ ഇവര് സുറിയാനിക്കാര് ഈ സിറിയൻ ഓർത്തഡോക്സ് അനാഫോറയില് ഇതല്പം കൂടെ എക്സ്പാൻഡ് ചെയ്തു, ഒരു 6 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതൊരു മാറ്റമാണ്. പിന്നെ അതും കൂടാതെ ഓരോ യൂണിറ്റിനും 3 പ്രാർത്ഥന വെച്ചുണ്ട്. എന്ന് വെച്ചാൽ ഡീക്കൻ ഉറക്കൊരു പ്രാർത്ഥന ചൊല്ലും. ഡീക്കൻ ആ പ്രാർത്ഥന ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്കും ദി സെലിബ്രന്റ് റിസൈറ്റ്സ് എ പ്രയർ സൈലന്റ്ലി. അത് കഴിഞ്ഞിട്ട് ദി സെലിബ്രന്റ് says a prayer on the same theme aloud. അപ്പം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 3 പ്രാർത്ഥന വെച്ചോണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ 6 യൂണിറ്റ് എന്ന് പറഞ്ഞെങ്കിലും ഇൻഫാക്ട് there are 18 prayers. മനസ്സിലായില്ല? അതൊരു പ്രധാനപ്പെട്ട മാറ്റം. ഇത് നമ്മുടെ ഈ ഗഹാന്ത സൈക്കിൾ പോലെ തന്നെയാണല്ലോ ഇതും. ഗഹാന്ത സൈക്കിൾ അതെ അച്ഛാ, അതിനകത്ത് ഒത്തിരി സാമ്യമുണ്ട് അച്ഛാ. നിങ്ങൾ അതൊക്കെ അച്ഛനാണോ ഐമേനിയാണോ? ഐമേനിയ. കുഴപ്പമില്ല, അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു അതായി ആൻഡ് മാറിയും സെന്റ് ജെയിംസും ഒരേ ലിറ്റർജിക്കൽ ഫാമിലിയിൽ പെടുന്നതാണ്. ഇവര് എക്സ്പേർട്സ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അന്ത്യോക്യൻ ഫാമിലി എന്നാണ് പറയുന്നത്. അന്ത്യോക്യൻ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള സ്ട്രക്ചർ, പിന്നെ ഈ ഇന്റർസെഷൻസ്, ഇതിന്റെ എല്ലാം സ്ഥാനമൊക്കെ വെച്ചാണ് അതിന്റെ ഫാമിലി നിശ്ചയിക്കുന്നത്. ഈസ്റ്റേൺ ലിറ്റർജി 2 ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് അലക്സാണ്ട്രിയൻ ഫാമിലിയും മറ്റൊന്ന് അന്ത്യോക്യൻ ഫാമിലിയും. അലക്സാണ്ട്രിയൻ ഫാമിലിയുടെ പ്രത്യേകത ഇന്റർസെഷൻസ് ആദ്യമാണ്. അതായത് ഈ പ്രയർ ഓഫ് ഓഫറിങ്ങിനൊക്കെ മുൻപ് തന്നെ ഇന്റർസെഷൻസ് അങ്ങ് തീർക്കും. ഓക്കെ, നേരെ മറിച്ച് അന്ത്യോക്യൻ ഫാമിലിയില് ഇന്റർസെഷൻസ് ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ദി എപ്പിക്ലേസിസ്. അതാണല്ലോ അത് അതിന്റെ മാറിക്കകത്തും കാണുന്നത്. ഇത് വെച്ചാണ് നമ്മൾ ഈ അനാഫോറയുടെ അകത്തെ ഇങ്ങനെയുള്ള എലിമെന്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. വേറെ ആരാ ചോദിക്കാൻ വല്ലതും ഉണ്ട്? ചോദിച്ചു. പലരും ഫോൺ ചെയ്തിട്ട് സ്ഥലം വിട്ട് കാണുമായിരിക്കും കേട്ടോ. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. എനിക്കറിയാം പലരും ക്ലാസ് എടുക്കുമ്പോഴത്തേ ഇങ്ങനെയാണ്, ഫോൺ ഓൺ ആയിരിക്കും പക്ഷെ ആളുകൾ ലൈനിൽ കാണണമെന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, കേൾക്കുന്നുണ്ട്.
അതെ, നിങ്ങള് അൽമായക്കാരൊക്കെ സത്യസന്ധരാണ്. നേരെ പറഞ്ഞ് ഈ അച്ഛന്മാര് ചെയ്യുന്ന വേല ഓൺലൈൻ ക്ലാസ്സിലെ ഫോൺ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് സ്ഥലം വിടും. ഞങ്ങളെല്ലാവരും സ്ഥലത്തുണ്ട്. ഓക്കെ കേട്ടിരിക്കുക. ഓക്കെ കേൾക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞത് പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ഓൺലൈൻ ക്ലാസ് സംഭവിക്കുന്ന ഇതാണ്. ഓക്കെ, ഇനി ഞാൻ അപ്പം നമ്മള് ഈ പിന്നെ സാങ്ക്ടസിന്റെ കാര്യം പറഞ്ഞു, സ്ഥാപനവചനങ്ങളുടെ കാര്യം പറഞ്ഞു, എപ്പിക്ലീസിന്റെ കാര്യം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഇന്റർസെഷൻസിന്റെ കാര്യം. ഇന്റർസെഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർസെഷനകത്ത് 2 ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 ഭാഗങ്ങളുണ്ട്. ദ ഫസ്റ്റ് പാർട്ട് പ്രയർ ഫോർ ദി ലിവിങ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഫോർ ദി ഡിപ്പാർട്ടഡ്. അപ്പൊ അതിനകത്ത് ഇന്റർസെഷന്റെ തിയോളജിക്കൽ മീനിങ് എന്ന് പറയുന്ന ഇതാണ്: കുർബാന അർപ്പിക്കുന്ന ആ ഇടവക, ആ സമൂഹം ആരൊക്കെ ആയിട്ടാണ് കമ്മ്യൂണിയൻ എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ സിറോ മലബാർ സഭയില് പോപ്പിന്റെ കാര്യവും അതുപോലെ തന്നെ രൂപത ബിഷപ്പിന്റെ കാര്യവും അല്ലെങ്കിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യവും പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. അപ്പം വി പ്രൊക്ലെയിം വിത്ത് ഹൂം വി ആർ ഇൻ കമ്മ്യൂണിയൻ, അത് പ്രഖ്യാപിക്കുക. അപ്പൊ ആദ്യമ നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും സഭയിൽ ഭിന്നത ഉണ്ടാകുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യുന്നത് ആ ആളുകളുടെ പേര് പിന്നെ ഈ കുർബാനയിൽ നിന്നും വിട്ടുകളയുക എന്നുള്ളതായിരുന്നു. ഏതെങ്കിലും 2 പുരാതന ആർച്ച് ബിഷപ്പുമാര് പേട്രിയർക്കേറ്റുകൾ തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ചെയ്യുന്നത് ദി നെയിംസ് വെർ ഡ്രോപ്ഡ് ഫ്രം ദി ഇന്റർസെഷൻസ്. അതിന് ഡിപ്റ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഇറ്റ്സ് എ പ്രയർ ഓഫ് കമ്മ്യൂണിയൻ, ഇറ്റ് ഇസ് നോട്ട് എ പ്രയർ ഓഫ് ബ്ലെസ്സിങ്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അനുഗ്രഹം കിട്ടാം. നമ്മളെല്ലാം കുർബാനയ്ക്ക് പേരെഴുതി കൊടുക്കുന്നുണ്ട്. അത് ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ ഈ കുർബാന ബന്ധം ഉള്ള ആളുകളുടെ പേരുകളാണ് കുർബാനയിൽ ഓർക്കേണ്ടത്. നമുക്ക് അതിനകത്ത് നോൺ ക്രിസ്ത്യൻസിന്റെ പേര് അല്ലെങ്കിൽ നമുക്ക് കുർബാന ബന്ധമില്ലാത്ത ആളുകളുടെ പേര് കുർബാനയിൽ ഓർക്കുന്നത് തിയോളജിക്കലി, ലിറ്റർജിക്കലി, കാനോനിക്കലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അല്ലെങ്കിൽ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ ചിലപ്പോൾ ഈ ബസിന്റെ നമ്പരും കടയുടെ പേരും ഒക്കെ എഴുതി തരും കുർബാനയിൽ ഓർക്കാൻ വേണ്ടി. അത് വേറെ പ്രാർത്ഥിച്ചു നമ്മുടെയൊക്കെ പിന്നെ പ്രൈവറ്റ് പ്രയറിന്റെ സമയത്ത് ഇങ്ങനെ ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ കുർബാനയിൽ ഇറ്റ്സ് എ പ്രയർ ഓഫ് കമ്മ്യൂണിയൻ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെ കുർബാനയിൽ നിങ്ങൾ ഓർക്കുന്ന പോപ്പിനെയും സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനെയും രൂപത ബിഷപ്പിനെയും ഓർക്കുന്നു. ദാറ്റ് മീൻസ് യു ആർ ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദീസ് പീപ്പിൾ എന്ന് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, എന്തോ മനസ്സിലായത് പറഞ്ഞ ആദ്യം ചോദിച്ചത് 2 തന്നെ. അപ്പൊ മനസ്സിലായത് പറഞ്ഞു. അച്ഛാ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആരാ അച്ഛാ, പേര്? സീറോ മലബാർ. ഞാൻ എന്റെ പേര് ആന്റണി എന്നാണ്. ഇവ കാണുന്നില്ല. ഓക്കെ, ചോദിച്ചു. അച്ഛാ, സീറോ മലബാർ സഭയിലെ അനാഥ തന്നെയല്ലേ അച്ഛാ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചെല്ലുന്നത്? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചെല്ലുന്നത് അനാഫറയ്ക്കകത്ത് തന്നെയല്ലേ? 3 അനാഫറയുടെ ഭാഗമായിട്ട് തന്നെയല്ലേ? അതെ. പറഞ്ഞില്ല, ഇത് അനാഫ്രയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ എപ്പിക്ലീസ് കൊണ്ട് തീർന്ന ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഹാവിങ് കംപ്ലീറ്റഡ് ദി യൂക്കറിസ്റ്റിക് പ്രയർ ദി നെയിംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദി ആക്ട് ഓഫ് ഓഫറിങ്. അതാണ് ഇന്റർസെഷന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ കുർബാന അർപ്പണത്തിൽ ഓർക്കാനുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ആ രീതിയിലാണ് നമ്മുടെ പിന്നെ ഈ സഭാപിതാക്കന്മാര് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നിങ്ങൾ സിറോ മലബാർ സഭയിലെ കാര്യം പറയുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ആളുകളുടെ അവർ കൊടുക്കുന്ന വ്യാഖ്യാനത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് കമന്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളെ പഠിപ്പിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്റെ സമയത്ര അനാഫറകൾ ഇപ്പം ഉപയോഗത്തിലുണ്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം 2 ഡസനോളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ 80-ൽ പരം ഉപയോഗിക്കാൻ യാതൊരു വിലക്കുമില്ല.
ഇതിനകത്ത് തന്നെ ഞാനൊരു 58 അനാഫോറകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് 33 എണ്ണം സീരിയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് പബ്ലിഷ് ചെയ്തു, 25 എണ്ണം ഞങ്ങളുടെ ചർച്ചിൽ നിന്നും, അങ്ങനെ ഞാൻ 58 എണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുർബാന അർപ്പിക്കാൻ ആ ഫോമിലല്ല, നേരെ മറിച്ച് റഫറൻസ് ബുക്കായിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇടയ്ക്കുള്ള ഈ ഷമ്മാസിന്റെയും ജനങ്ങളുടെയും ആ പ്രതിവാക്യവും ഒക്കെ ഒഴിവാക്കിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സിറിയക് ടെക്സ്റ്റും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഉണ്ട്. അപ്പൊ അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ചെറിയ അനാഫോറകൾ ഒത്തിരി നീളമുള്ളതാണ്. യാക്കോബിന്റെ അനാഫോറയെക്കാട്ടിലും ഒത്തിരി നീളമുള്ളതാണ്. എന്ന് പറയുമ്പം ചില പ്രാർത്ഥനയൊക്കെ 1 പേജ് 1.5 പേജൊക്കെ ഉണ്ട്. അതൊക്കെ ആളുകൾക്ക് കേട്ടോണ്ടിരിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കാണും. ചില പ്രാർത്ഥനകളൊക്കെ വളരെ തിയോളജിക്കലായിട്ട് വളരെ ഡെപ്ത് ഉള്ളതാണ്. അതെല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങണമെന്നില്ല. അപ്പൊ പൊതുവേ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കഴിയുന്നത്ര ബ്രീഫായിട്ട് കുർബാന അർപ്പിക്കുക. ഇപ്പം ഞങ്ങള് 1 മണിക്കൂർ കൊണ്ട് കുർബാന അർപ്പിക്കുകയാണെങ്കിൽ അതിനോട് ചേർന്ന് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാനുള്ള സമയങ്ങളെ കിട്ടും. അതാണ് പൊതുവേ ഉള്ള ഒരു രീതി. അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ന് പൊതുവെ എല്ലാ അച്ഛന്മാരും എല്ലാ രൂപതകളിലും ഈ ദൈർഘ്യം കുറഞ്ഞ അനാഫറകളാണ് ഉപയോഗിക്കുന്നത്. അത് പ്രായോഗികമായ കാര്യമാണ്. കാരണം ആളുകൾക്ക് ഈ ചില പ്രാർത്ഥനകളൊക്കെ അങ്ങ് ഒത്തിരി നീണ്ട പ്രാർത്ഥനയാണെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കത്തില്ല. അതിന്റെ ഇപ്പം ബോറിംഗ് ആയി തീരുകയും ചെയ്യും. പിന്നെ ഞാൻ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് 10 മിനിറ്റ് കൂടി ഉണ്ട് ക്ലാസ്സിന്. ഓക്കെ, ഞാൻ ഈ ഇന്റർസെഷന് വേറൊരു നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയാം. അതോടൊപ്പം തന്നെ അതിനുള്ള ടെക്നിക്കലായ പേര് ഡിപ്റ്റിക്സ് എന്നാണ്. DIPTYCHS ഡിപ്റ്റിക്സ്. ഡിപ്റ്റിക്സ് എന്ന് വെച്ചാൽ ഒറിജിനലി 2 പലകകളാണ്. അതിനകത്ത് ഒന്നിനകത്ത് the names of the living were written, on the other one the names of the departed one were departed believers were written. എന്നിട്ട് diptychs were usually placed on the altar, and during the celebration the names were read out. അവരുടെ പേരുകൾ ഞാൻ പറഞ്ഞ പോലെ ഒരു as an act of communion their names were read out. പിന്നെ ഈ യാക്കോബിന്റെ അനാഫോറയ്ക്കകത്ത് ഈ ഡിപ്റ്റിക്സിനകത്ത് ഓരോ ഡിപ്റ്റിക്സ് ആരംഭിക്കുമ്പോഴത്തേക്കും റിമെമ്പർ ഓ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അത് സുറിയാനിലാണെങ്കിൽ എസ് ദി കാർ മൊറിയോ. സങ്കീർത്തനത്തിനകത്ത് 132 സങ്കീർത്തനം 1 വാക്യം എക്സെട്ര അതിനകത്ത് വരുന്നൊരു വാക്യമാണ് കർത്താവെ ഓർത്തുകൊള്ളണമേ എന്ന് പറയുമ്പോൾ that has a deep theological meaning. ദൈവം ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന പോലെയല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ന കാര്യം ഓർക്കുന്ന പറഞ്ഞതല്ല. ദൈവം ഓർക്കുക എന്ന് വെച്ചാൽ ഗോഡ് ഗീവ്സ് ലൈഫ് ടു ദാറ്റ് ഇൻഡിവിജ്വൽ എന്നതിൻ്റെ അർത്ഥം. ദൈവം ഓർക്കാതിരിക്കുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതെയായിത്തീർന്നു. അല്ലെങ്കിൽ ഇന്നിപ്പം ദൈവം ലോകത്തെ ഓർക്കുന്നത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ദൈവം ലോകത്തെ വിസ്മരിക്കുമ്പോഴത്തേക്കും ദി എക്സിസ്റ്റൻസ് ഓഫ് ദി വേൾഡ് will cease. അപ്പൊ ചുരുക്കത്തില് റിമെമ്പർ ഓ ലോർഡ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഈ തുബതിനകത്ത് ഡിപ്റ്റിക്സിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവയ്ക്ക് ജീവൻ നൽകണമേ, എക്സിസ്റ്റൻസ് നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുർബാന ബന്ധമുള്ള ആളുകളെ കുർബാന അർപ്പണത്തിൽ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മരിച്ചവരെ ഓർക്കുന്നതിനെ പറ്റി ഈ 4th സെഞ്ചുറിയിൽ ഒരു സഭാപിതാവുണ്ട്, സിറിൽ ഓഫ് ജെറുസലേം. 378 ആണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനകത്താണ് യാക്കോബ് അനാഫോറയുടെ ആദ്യത്തെ വേർഷൻ കാണുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കുർബാനയെ പറ്റിയുള്ള പ്രസംഗത്തിനകത്ത് സിറിൽ ഓഫ് ജെറുസലേം he quotes from the anaphora of St. James. അവിടെ മരിച്ചവരെ ഓർക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നാം അനുസ്മരിക്കുന്നവർക്ക് ദൈവം സഹായം നൽകുന്നു, പാപികളെങ്കിലും മരിച്ചുപോയവർക്കായി നാം പ്രാർത്ഥിക്കുന്നു. അതേ രീതിയിൽ മരിച്ചവർക്കും നമുക്കും വേണ്ടി മനുഷ്യസ്നേഹമുള്ളവനായ ദൈവത്തിന് പ്രീതികരമായി നമ്മുടെ പാപത്തിന് വേണ്ടി അറുക്കപ്പെട്ട ക്രിസ്തുവിനെ നാം അർപ്പിക്കുന്നു. അപ്പം ഈ മരിച്ചവർക്ക് നമ്മുടെ പ്രാർത്ഥന മൂലം സഹായം ലഭിക്കുന്നു
ദൈവം അവരെ ഓർക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം റിമെമ്പർ ഓ ലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചവരുടെ പേരിൽ ഓർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, അവരുടെ അസ്തിത്വം, അവരുടെ ഉണ്മ ഇല്ലാതാകരുത് എന്നാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അതിന് പിന്നിലുള്ള നമ്മുടെ ആശയം ഇതാണ്, നമ്മുടെ വിശ്വാസം ഇതാണ്, ദേ ആർ സ്റ്റിൽ ലിവിങ്, ദേ സ്റ്റിൽ എൻജോയ് ദി കമ്പനി ഓഫ് ഗോഡ്, ദി പ്രസൻസ് ഓഫ് ഗോഡ്. അത് ഞാൻ പറയുന്ന ആശയം ബൈബിളിനകത്തുള്ളതാണ്. ഈ വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തില് അത് വായിച്ചു നോക്കണം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 7 അവിടെ പറയുന്നത് ത്രോൺ ഓഫ് ഗോഡ്, ഞാൻ മുമ്പ് അതിനെ പറ്റി പറഞ്ഞു. ത്രോൺ ഓഫ് ഗോഡ്, 24 എൽഡേഴ്സ് വർഷിപ്പിംഗ് ഗോഡ്. അത് കഴിഞ്ഞ് 144,000 they are holding palm leaves and they are dressed in white garments. വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലകളെ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. 144,000 എന്ന് വെച്ചാൽ 144,000 എന്ന് പറയുമ്പോൾ ആ വെളിപാട് പുസ്തകത്തിന്റെ ഭാഷയില് സിംബോളിക് നമ്പർ, മീൻസ് ഇൻഫിനിറ്റ് നമ്പർ എന്നതിന്റെ അർത്ഥം. നമ്മൾ മലയാളത്തിലൊക്കെ നമ്മൾ കാക്കത്തൊള്ളായിരം പറയുന്നത് എന്ന് പറഞ്ഞ പോലെ 144 എന്ന് പറയുമ്പോഴത്തേക്കും infinite number of people, they stand before the throne of God. They are dressed in white garments and they hold palm leaves എന്ന് പറയും. ഇതാണ് ഇപ്പം നമ്മൾ മരിച്ചവരെ സജീവരായിരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ബിബ്ലിക്കൽ ബേസിസ് ഇതാണ്. അത് വളരെ ശക്തമായ ഒരു വേദപുസ്തക സന്ദേശമാണ്. പലപ്പോഴും നമ്മളത് വിസ്മരിച്ചു പോകുന്നുണ്ട്. പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇത് കുർബാനയ്ക്കകത്താണല്ലോ അല്ലെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അന്യോന്യം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നിങ്ങൾ അച്ഛന്മാരെ കാണാൻ, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അവര് സജീവരാണ്. അതുപോലെ വാങ്ങിപ്പോയ ആളുകളും they are living, they are enjoying the presence of God. So ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുന്ന പോലെ തന്നെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിക്കോസ് they are alive in the memory of God. അത് തന്നെ ഈ റോമാലേഖനം, സെന്റ് പോൾസ് എപ്പിസോൾ ടു ദി റോമൻസ് ചാപ്റ്റർ 8 പറയുന്നുണ്ട്. അതിന്റെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ആ വേദഭാഗം കണ്ടുപിടി. അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആര്? വേർപിരിക്കുന്നത് എന്ത്? ദൂതന്മാർക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മരണത്തിനോ കർത്താവായ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്, സെന്റ് പോൾ പറയുന്നുണ്ട്. അപ്പോൾ വിത്ത് ഡെത്ത് വി ആർ നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദി ലവ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദേ ആർ സ്റ്റിൽ പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ സഭയെ പറ്റിയുള്ള പുതിയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയം ഇതാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇൻ ബാപ്റ്റിസം വി ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആൻഡ് ഇൻ ഹോളി കമ്മ്യൂണിയൻ വി റിന്യൂ, വി മെയിൻറ്റെയിൻ അവർ മെമ്പർഷിപ്പ് ഇൻ ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. മരണം മൂലം നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മൾ അന്യമായി പോകുന്നില്ല. നമ്മുടെ ഒരു നഖമോ രോമമോ താഴെ പോകുന്നത് പോലെ മരണം മൂലം നമ്മൾ ക്രിസ്തുവിന് അന്യമാകുന്നില്ല. The departed believers, they are invisible, but still they are part of the body of Christ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അന്യോന്യം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് even though the departed are invisible, they are still part of the body of Christ. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ ഡിപ്റ്റിക്സിനകത്ത് ഈ കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതാണ് ഇവിടെ യാക്കോബിന്റെ അനാഫോറയ്ക്കകത്ത് ഞാൻ അത് ഇതിനകത്തുള്ള ടെക്സ്റ്റ് ഇവിടെ 21-ാമത്തെ പ്രാർത്ഥനയാണ്. അതായത് യാക്കോബിന്റെ അനാഫോറയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലെ പ്രയർ നമ്പർ 21. ആത്മാക്കളുടെയും
സർവ്വശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് നീ അവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് നീ അവരെ ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രസൻസ് ഉള്ളിടത്ത് അവർക്ക് ആശ്വാസം നൽകണമെന്നാണ്. അവരുടെ തെറ്റുകളെ നീ മായിക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. ഇതാണ് ആ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന ആശയം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ ഡിപ്റ്റിക്സ് അല്ലെങ്കിൽ ഇന്റർസെഷന് ശേഷം ദർ ഈസ് ആൻ ഇലാബറേറ്റ് ഫ്രാക്ഷൻ സെറിമണി. അത് ഈ സിറിയൻ ഓർത്തഡോക്സ് കുർബാനയുടെ പ്രത്യേകതയാണ്. അപ്പം ഇങ്ങനെ പല ഫോംസിൽ അത് മുറിക്കുന്നുണ്ട്. അതുപോലെ വീഞ്ഞുമായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് അപ്പം മുറിച്ചിട്ട് വീഞ്ഞിനകത്ത് മുക്കി അതിനകത്ത് പ്രത്യേകമായിട്ട് കുരിശിന്റെ അടയാളമൊക്കെ വരയ്ക്കുന്നുണ്ട്. അതൊരു കുർബാന അനുഭവത്തിനുള്ള ഒരു ഒരുക്കമാണ്. അത് വാസ്തവത്തില് ഈ അന്ത്യോക്യൻ സുറിയാനി കുർബാനയുടെ മാത്രം പ്രത്യേകതയാണ് ഈ ഇലാബറേറ്റ് ഫ്രാക്ഷൻ സെറിമണി. മറ്റെല്ലാ സഭകളിലും ഇൻക്ലൂഡിങ് സിറോ മലബാർ സഭ, അതുപോലെ തന്നെ ചർച്ച് ഓഫ് ദീസിനകത്ത് കുർബാന അനുഭവത്തിൽ തൊട്ടു മുൻപുള്ള ഒരു പ്രായോഗികമായ ഒരു നടപടിയാണ് ഈ അപ്പം മുറിക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ദർ ഈസ് ദി ലോർഡ്സ് പ്രയർ. ഈ ലോർഡ്സ് പ്രയറിന്റെയും പ്രാധാന്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലോർഡ്സ് പ്രയർ അവിടെ വെച്ചിരിക്കുന്നത്? അതായത് ഈ ഗിവ് us this day our daily bread എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. സഭാപിതാക്കന്മാരെല്ലാവരും ആ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന വ്യാഖ്യാനം ഇതാണ്: ദിസ് ഈസ് എ പ്രയർ ഫോർ ഗിവിങ് ദി ഹോളി കമ്മ്യൂണിയൻ. കുർബാനുഭവത്തിനുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മിക്കവാറും എല്ലാ പുരാതന സഭകളിലും കുർബാനുഭവത്തിന് തൊട്ട് മുൻപുള്ള പ്രാർത്ഥനയായിട്ടാണ് ലോർഡ്സ് പ്രയർ കൊടുത്തിരിക്കുന്നത്. ഗിവ് us this day our daily bread. There is a prayer for the prayer of preparation for receiving the holy communion. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാതലിക് ചർച്ച് ലാറ്റിൻ ചർച്ചിന്റെ ലാറ്റിൻ കുർബാനയുടെ പ്രത്യേകത the kiss of peace is placed after the Lord's prayer, but all the Eastern anaphoras begins with the intercessions. All the Eastern anaphoras begins with the kiss of peace. ഇപ്പം 7:30 നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് ക്ലാസ് നിർത്താം. കാരണം എനിക്ക് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ തൊണ്ട കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാകും. ഞാൻ പറയുന്നത് പലതും നിങ്ങൾക്ക് തിരിയാതെ വരും. ചോദ്യങ്ങളുണ്ട്, നമുക്ക് ചോദിക്കാം സംസാരിച്ചിട്ട്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ 2 പുസ്തകങ്ങളുടെ സമ്മറിയാണ്. എനിക്ക് പൊതുവെ പറയാനുള്ളത് ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈ നിങ്ങൾക്ക് ആദായ ആൻഡ് മാറി അതുപോലെ തന്നെ സെന്റ് ജെയിംസ് തമ്മിൽ സമാനമായ പല കാര്യങ്ങൾ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഈ മുമ്പേ അമൽ ദേവ് ചോദിച്ചത് ഈ ആദായ ആൻഡ് മാറിക്ക് ഒരു വളർച്ച ഉണ്ടായതുപോലെ എല്ലാ സഭകളുടെയും കുർബാനയിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്, ലാറ്റിൻ സഭയിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ യാക്കോബിന്റെ അനാഫോറയ്ക്കും ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ആ വളർച്ചയിൽ അനാഫോറ എന്ന് പറയുന്നതാണ് അതിനകത്തുള്ള ഏറ്റവും പുരാതനമായ ഘടകം എന്ന് പറയുന്നത്. അതിനകത്തുള്ള തുയാബ, അതുപോലെ തന്നെ ഈ പ്രീ അനാഫോറ, അത് വളരെ ക്രമേണയാണ് ഉണ്ടായത്. പിന്നെ ഇത് കൂടാതെ ദർ ഈസ് എ പോസ്റ്റ് കമ്മ്യൂണിയൻ, അതായത് ഗോ ഇൻ പീസ് കഴിഞ്ഞിട്ട് ദർ ഈസ് എ പോസ്റ്റ് കമ്മ്യൂണിയൻ. അതവിടെ അവശേഷിക്കുന്ന കുർബാന അപ്പവും വീഞ്ഞും കാർമികൻ അനുഭവിക്കുന്നതാണ് പോസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, the anaphora of St. James was originally composed in Greek and was translated into Syriac in the 6th century. പിന്നെ Syriac translation was revised a few times. അതില് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് 13th സെഞ്ചുറിയിൽ ബാറബ്രൈസ് ഒരു ഷോർട്ടർ വേർഷൻ ഉണ്ടാക്കിയതാണ്. പിന്നെ തിയോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ടത്, all the prayers except a few are addressed to God the Father. അതിനകത്ത് ഈ ഫൈനൽ താങ്ക്സ്ഗിവിംഗ് പ്രയർ ഈസ് അഡ്രസ്ഡ് ടു ദി സൺ. പിന്നെ ട്രിനിറ്റേറിയൻ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു. ട്രിനിറ്റേറിയൻ സ്ട്രക്ചർ, സാങ്ക്ടസ് ഈസ് ദി glorification of the Father, then institution narrative and anamnesis commemorates the Son, then epiclesis.
പിന്നെ ഡിപ്റ്റിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡിപ്റ്റിക്സ് പ്രേയേഴ്സ് ഓഫ് കമ്മ്യൂണിയൻ ഓർ ആക്ട് ഓഫ് കമ്മ്യൂണിയൻ. ദി ചർച്ച് അനൗൺസസ് വിത്ത് whom she is in communion. The memory of the living and the departed are associated with the prayer of communion with the request, remember, O Lord, കർത്താവെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ സമർപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്കിവിടെ 7:35 നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ. സെന്റ് ജെയിംസിന്റെ അനാഫ്രയുടെ മലയാളം ട്രാൻസ്ലേഷൻ ഇഷ്ടം പോലെ എന്നെ അത് എന്റെ ഇപ്പൊ അത് എന്റെ PDF ആയിട്ടില്ല. അത് പിന്നെ എവിടെയാ സുരേഷ് സാർ എവിടെയാ ഇപ്പം? ഞാൻ പാലയിലോ പാലയിലാണ്. കോട്ടയത്തെങ്ങാനും വരുമ്പോഴത്തേക്ക് CD ചോദിച്ചാൽ അതിന്റെ സീറോ മലങ്കര ചർച്ചിന്റെ അവരുടെ ഒരു പള്ളി ചോദിക്കുകയാണെങ്കിൽ കിട്ടും. ഏറ്റവും നല്ലത് ഇപ്പൊ നമുക്ക് ഫോണിൽ എടുക്കാം. ഒരു 5-6 പേജൊക്കെ വരൂ, 5-8 പേജൊക്കെ വരുള്ളേ മലയാളത്തിലുള്ളതേ. ഫോണിനകത്ത് ഫോട്ടോ എടുക്കാം. പിന്നെ അല്ലെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് ഞങ്ങളുടെ ചർച്ചിന്റെ 1-2 ബുക്ക് ഷോപ്പ് ഉണ്ട്. ഒന്ന് മനോരമയുടെ ലെഫ്റ്റ് സൈഡ് താഴോട്ടൊരു വഴിയുണ്ട്. മനോരമയുടെ അവിടുന്ന് കഷ്ടിച്ചൊരു ഒരു 100 മീറ്ററെ 100 ഉള്ളു താഴോട്ടിറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട്. അവിടെ വാങ്ങിക്കാൻ കിട്ടുമേ. അതും അല്ലെങ്കിലും പാലായില് ഞാൻ പറയാം, മാണി സാറിന്റെ വീട്ടോട്ട് പോകുന്ന ആ റോഡില്ലേ, അവിടെ ഞങ്ങളുടെ പള്ളിയുണ്ട്. ആ റോഡിൽ അതെ, അവിടെ ഞായറാഴ്ച അച്ഛൻ കാണുകയുള്ളൂ. അവിടെ അച്ഛനോട് ഞാൻ പറഞ്ഞെന്ന് ഒന്ന് കാണിക്കും. സാറിന്റെ കൈവശമുള്ള ഫോൺ കൊണ്ട് അതിന് വേണ്ടി ഫോട്ടോ എടുക്കാം കേട്ടോ. പ്രയാസമുള്ള കാര്യം ഇഷ്ടം പോലെ കിട്ടും പുസ്തകങ്ങളെ. എന്റെ PDF ഇല്ല, ഇംഗ്ലീഷിന്റെ എന്റെ PDF ഉള്ളൂ. ഓക്കെ. ഇംഗ്ലീഷ് സാറിന് വായിച്ചു. ഇംഗ്ലീഷ് കിട്ടിയില്ലായിരുന്നോ? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത് വായിച്ച് മനസ്സിലാക്കാവില്ല. അതിനകത്ത് കഴിയുന്നത്ര ചിലപ്പോൾ ഈ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രാർത്ഥനകളുടെ ഒക്കെ ചില അതിന്റെ തിയോളജിക്കൽ ഇമ്പോർട്ടൻസ് പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കത്തില്ല. മനസ്സിലായില്ലേ? മലയാളത്തിൽ അത് കൃത്യമായിട്ടുള്ള ഒരു തിയോളജിക്കൽ വൊക്കാബുലറി ഉപയോഗിക്കാൻ ചില ബുദ്ധിമുട്ട് വരികയും ഇംഗ്ലീഷിനകത്ത് ഭംഗിയായിട്ട് വരുന്നുണ്ട്. മലയാളം കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല. ആരെങ്കിലും കോട്ടയത്ത് വരുന്നതോട് ആവശ്യപ്പെട്ട ഒരു അതല്ലെങ്കിൽ ഇവിടെ CMS കോളേജിന്റെ ജംഗ്ഷനിൽ ഞങ്ങളൊരു ബുക്ക് ഷോപ്പ് ഉണ്ട്. CMS കോളേജ് ജംഗ്ഷനിൽ അവിടെ ചോദിച്ചാൽ ഈ പുസ്തകം കിട്ടും. അതിന് മുഴുവൻ ആവശ്യമില്ല. ഇതെടുത്ത് ഫോട്ടോ എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. വേറെ ആയിട്ടുള്ളത് ഈ അനാഫറകളില് ചില നമ്മുടെ ഞങ്ങളുടെ സ്ഥിരമലബാറിലാണെന്നുണ്ടെങ്കിൽ ഈ അനാഫറ ചെല്ലാനായിട്ട് ചില കാലം പറഞ്ഞിട്ടുണ്ട്. എന്ന് വേണേൽ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. എങ്കിലും ചില പ്രത്യേക ദിവസങ്ങളിൽ ഇത് തന്നെ ചെല്ലണമെന്നുണ്ട്. അത് അങ്ങനെ ഒരു നിബന്ധന ഇതിൻ്റെ അകത്തുണ്ടോ? അത് അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളത് ഈ സെന്റ് ജെയിംസിന്റെ ഒരച്ഛന് ആദ്യമായിട്ട് കുർബാന ചെല്ലുമ്പോഴത്തേക്ക് സെന്റ് ജെയിംസിന്റെ ഈ യാക്കോബിന്റെ അനാഫറ വെച്ച് ചൊല്ലണമെന്ന് പറയുന്നുണ്ട്. അത് പലപ്പോഴും ആദ്യം ചൊല്ലുന്നത്. പിന്നെ ഒരു പള്ളിയിൽ ചെല്ലുമ്പം ആദ്യം ചൊല്ലുന്നത് യാക്കോബിന്റെ അനാഫറ ഉപയോഗിക്കുന്ന ചിലർ പറയാറുണ്ട്. പക്ഷെ അത് എപ്പോഴും കൃത്യമായിട്ട് പാലിക്കാറില്ല. പിന്നെ യാക്കോബിന്റെ അനാഫറ പ്രധാനപ്പെട്ട പെരുന്നാളുകൾ, ഫോർ എക്സാമ്പിൾ ഈ ഈസ്റ്ററിന്റെ ദിവസം, പിന്നെ അല്ലെങ്കിൽ നമ്മള് പെസഹ വ്യാഴാഴ്ച ഉണ്ടല്ലോ, ആ ദിവസങ്ങളിലൊക്കെ യാക്കോബിന്റെ അനാഫറ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഓർഡിനേഷനകത്ത് പലപ്പോഴും പല ബിഷപ്സും ഈ യാക്കോബിന്റെ അനാഫറയാണ് അന്ന് ചൊല്ലുന്നത്. ഓക്കെ. സാധാരണഗതിയിൽ പിന്നെ നമ്മള് ഫസ്റ്റ് സെലിബ്രേഷൻ നവപൂജ അത് യാക്കോബിന്റെ അനാഫറ ആയിരിക്കും. അത് 200 പ്രാവശ്യമൊക്കെ ചൊല്ലി 3-4 പ്രാവശ്യമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ടായിരിക്കും അവർ മറ്റ് ചെറിയ അനാഫറകൾ വെച്ച് ചൊല്ലുന്നത്. രണ്ട് കൈ ഉയർത്തുന്ന കാണുന്നുണ്ട്. ചോദിച്ചോ. ജെ പറഞ്ഞു. പഠിക്കാനായിട്ട് പഠിച്ചതിന് കുർബാനയും ഞങ്ങൾ മലബാർ ഇത് കുർബാനകളെന്ന് പറയാം. ദൈമാറാബി കുർബാന കാണുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോ എനിക്ക് വ്യക്തമല്ല കേട്ടോ, പറയുന്നത് വ്യക്തമല്ല. അതിലിപ്പോ ഒരു പതറുന്നുണ്ട് ശബ്ദമേ കേട്ടോ. ആദായം അതിന്റെ മാറിയെന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പറഞ്ഞു. ഈ കുർബാന ഞങ്ങൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. ഞങ്ങൾക്ക്
ഇതൊക്കെ കേൾക്കാനും ഒക്കെ സാധിച്ചത് ഒത്തിരി നന്ദിയുണ്ട് അച്ഛാന്ന് പറഞ്ഞതാണ്. ഓക്കെ. നിങ്ങൾ ഇപ്പം ഇതിനോട് ചേർന്ന് എനിക്ക് പറയാനുള്ളത് ഇതിന്റെയൊക്കെ ഈ കമന്ററികളുണ്ട് കേട്ടോ. ഈ അത് ഇപ്പം അതായത് മാറിയെങ്കിലും അത് പലതും നിങ്ങൾക്ക് പലയിടത്ത് കിട്ടും കേട്ടോ. അത് ഇപ്പം നിങ്ങൾ ഇതിനെ പഠനം നടത്തുമ്പോഴത്തേക്കും അതൊക്കെ ഈ ബുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും. നിങ്ങളുടെ തന്നെ ഈ നിങ്ങൾക്ക് തന്നെ പലരുടെയും പേരുകൾ നിങ്ങൾക്ക് അറിയാം, കമന്ററികൾ ആരുടെയൊക്കെ ആണെന്നുള്ളത്. അത് നിങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അത് വലിയ ഏതെങ്കിലും ലൈബ്രറികൾ ഇത് ഒന്ന് വായിക്കുകയോ ചെയ്യുന്ന നന്നായിരിക്കും. നോക്കട്ടെ, എൻ്റെ കൈവശം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പം ഈ ഈസ്റ്റ് സിറിയൻ ചർച്ചിന്റെ ആണെങ്കിൽ ഇപ്പൊ ഒരു പല കമന്ററികളുണ്ട്. അതിനകത്ത് ഏറ്റവും ഈ തിയഡോറിന്റെ കമന്ററി ഉണ്ട്, നെർസായുടെ കമന്ററി ഉണ്ട്. ഇത് ചിലതൊക്കെ ഈ ചേടിയത്തച്ഛൻ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അത് വടവാതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന്, പിന്നെ അതുപോലെ ഗബ്രിയേൽ കത്രായ, എബ്രഹാം കത്രായ, പിന്നെ അതുപോലെ തീമോത്തി ദി സെക്കൻഡ്, അബ്ദീഷോയുടെ കമന്ററി, ജോർജ് ബിഷപ്പ് ഓഫ് മൂസൽ ആൻഡ് അർബേൽ, ഈ കമന്ററികളൊക്കെ ഉണ്ട്. അതെല്ലാം പലതും ഇംഗ്ലീഷിലുണ്ട്. അത് പലതും വടവാതിരൊക്കെ ബുക്ക് ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും. വടവാതിരോ അല്ലെങ്കിൽ കോട്ടയത്താണെങ്കിൽ മനോരമയുടെ ഓപ്പോസിറ്റ് ഒരു ജ്യോതി ബുക്ക് ഹൗസ് ഉണ്ട്, സിസ്റ്റേഴ്സ് നടത്തുന്നത്, അവിടെയൊക്കെ കിട്ടും. ചിലതൊക്കെ ഔട്ട് ഓഫ് പ്രിന്റ് ആയിരിക്കും. അല്ലെങ്കിൽ മിക്കവാറും ഒക്കെ കോട്ടയത്തോ പാലായിലോ ഒക്കെയുള്ള നിങ്ങളുടെ ലൈബ്രറികളിലൊക്കെ വെച്ചാൽ സിസ്റ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശത്തിന്റെയോ ഒക്കെ മേജർ സെമിനാരിയുടെ മൈനർ സെമിനാരിയുടെ ഒക്കെ ലൈബ്രറികളിൽ കാണും. അത് നിങ്ങൾക്ക് ഒന്ന് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് അത് വായിച്ചു നോക്കാവുന്നതാണ്. ചിലതൊക്കെ മലയാളത്തിലുണ്ട്, ചിലതൊക്കെ മിക്കവാറെല്ലാം തന്നെ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. മക്കാട്ടുന്നില്ല എന്നാ പറയും? നമുക്ക് വേറെ ചോദ്യങ്ങളില്ലെങ്കിൽ അവസാനിപ്പിക്കാമല്ലേ? അയ്യോ, ഈ കത്തോലിക്ക സഭയില് ലെവന്റ് ബ്രെഡും ഓർത്തഡോക്സ് സഭയില് അൺലെവന്റ് ബ്രെഡും ഉപയോഗിക്കേണ്ട കാരണം എന്താ ഈ കോൺസെക്രേഷന്? എനിക്ക് പറയാൻ, ഈ കാതലിക് ചർച്ചിൽ തന്നെ വളരെ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ അൺലെവൻഡ് ബ്രെഡ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഒരു 8, 9, 10 നൂറ്റാണ്ടുകളിലാണ്. മറ്റേ എല്ലാ ഈസ്റ്റേൺ സഭകളിലും ലെവൻഡ് ബ്രെഡ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്രഷ്ലി ബേക്ക്ഡ് ബ്രെഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അന്ന് തന്നെ ബേക്ക് ചെയ്യുന്നത്. അതേസമയം കാനൻ അനുസരിച്ചാണെങ്കിൽ നാളെ രാവിലെ ഉള്ള കുർബാനയ്ക്കുള്ള അപ്പം ഇന്ന് വൈകിട്ട് അത് ഇങ്ങനെ കുഴച്ചു വെക്കും. കുഴച്ചു വെക്കുമ്പം കഴിഞ്ഞ ആഴ്ചത്തെ കുർബാനയുടെ അതിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഭാഗം പുളിപ്പാറ്റ് എടുത്ത് വെക്കും. അതുകൂടെ മിക്സ് ചെയ്താണ് ഇന്ന് കുഴച്ചു വെക്കുന്നത്. അപ്പൊ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും അത് പാകമാകും. എന്നിട്ട് രാവിലെ അത് ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്തിട്ടാണ് കുർബാനയ്ക്ക് എടുക്കുന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, കാതലിക് ചർച്ചില് ഈ കുർബാന അപ്പം അർപ്പിക്കുന്ന കുർബാന അപ്പം അത് ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം. അത് വളരെ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് മൊണാസ്ട്രികളിലോ അല്ലെങ്കിൽ കോൺവെന്റുകളിലോ അപ്പം ഉണ്ടാക്കുന്ന രീതി വന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അൺലെവൻഡ് ബ്രെഡ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ അന്ത്യ അത്താഴ സമയത്ത് അപ്പം എല്ലാവരും പറയുന്നത് ദി ലാസ്റ്റ് സപ്പർ ക്രൈസ്റ്റ് പ്രോബബ്ലി യൂസ്ഡ് ദി അൺലെവൻഡ് ബ്രെഡ്. അത് പൂർണ്ണമായിട്ട് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. ഉദാഹരണമായിട്ട് ഈ പുതിയ നിയമത്തിലെ കുർബാന സ്ഥാപനത്തെ പറ്റി 2 പാരമ്പര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സിനോപ്റ്റിക് ഗോസ്പൽസ് പറയുന്നത് ഓൺ ദി ഡേ ഓഫ് ദി പാസ് ഓവർ ഡ്യൂറിങ് ദി പാസ് ഓവർ മീൽ ക്രൈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദി യൂക്കറിസ്റ്റ്. അത് ഒരു പാരമ്പര്യം. അത് കൂടാതെ യോഹന്നാൻ സെന്റ് ജോൺസ് ഗോസ്പലിലാണ് പറയുന്നത് ദി ആക്ച്വൽ മീൽ ഓർ ലാസ്റ്റ് സപ്പർ ടുക്ക് പ്ലേസ് 24 hours ബിഫോർ ദി ആക്ച്വൽ പാസ് ഓവർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തു കുരിശിൽ മരിക്കുന്ന സമയത്ത് യഹൂദന്മാരുടെ പെസഹ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം യോഹന്നാന്റെ പാരമ്പര്യം അനുസരിച്ച് യോഹന്നാൻ കുർബാന സ്ഥാപനത്തെ പറ്റി പ്രത്യേകമായിട്ട് പറയുന്നില്ല. പക്ഷേ ദി സെന്റ് ജോൺസ് ഗോസ്പൽ സൂചിപ്പിക്കുന്നത്
the Last Supper. At the Last Supper, Christ must have used the ordinary or leavened bread. അത് ആദ്യ നൂറ്റാണ്ടില് എല്ലാ സഭകളും ലാറ്റിൻ ചർച്ച് ഉൾപ്പെടെ എല്ലാവരും പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഓർഡിനറി ബ്രെഡ് വാസ് യൂസ്ഡ്. ഓർഡിനറി ബ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ബേക്കറിയിൽ നിന്ന് പോയി വാങ്ങിച്ചെന്നല്ല ഉദ്ദേശിക്കുന്നത്. ദി ലെവൻഡ് ബ്രെഡ് വാസ് യൂസ്ഡ്. ഓക്കെ, അത് നിങ്ങൾ ഈ പിന്നെ ഇതിനകത്ത് തന്നെ കാതലിക് എൻസൈക്ലോപീഡിയക്കകത്തുള്ള ബ്രെഡ് എന്ന് പറഞ്ഞ ആർട്ടിക്കിളൊക്കെ വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വിക്കിപീഡിയക്കകത്ത് പറയുന്നത് മുഴുവൻ ശരിയാകണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും എൻസൈക്ലോപീഡിയ, കാതലിക് എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ പിന്നെ ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കായിട്ടൊക്കെ ആർട്ടിക്കിൾ ഉണ്ട്, അത് വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിനുവേണ്ടി ലൈബ്രറിയിലെല്ലാം പോകേണ്ട ആവശ്യം വരത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ കമന്ററികൾ തന്നെ നിങ്ങൾ ചിലപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം കമ്പ്യൂട്ടർ, നെറ്റുള്ള കമ്പ്യൂട്ടറിലാണെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്കും ഈ കമന്ററികളൊക്കെ പലപ്പോഴും അതിനകത്ത് കാണും. അപ്പൊ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, നിങ്ങൾക്ക് സൗകര്യം പോലെ വായിക്കുകയും ചെയ്യാം. അച്ഛാ മറ്റൊരു ചോദ്യം കൂടെ. ആരാന്ന് ഞാൻ നോക്കുന്നു. ഫ്യൂററിന് ഇരിക്കുന്ന ആരാ? ഫ്യൂറർ ജർമ്മൻ പേരാണല്ലോ. എനിക്ക് അഡോൾഫ് ഹിറ്റ്ലറിനെ ചെറുതായിട്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് എഴുതിയതാ. ശരി, ഓക്കെ. അത് ഇവിടെ കുഴപ്പമില്ല, പക്ഷെ യൂറോപ്പിൽ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമാകട്ടോ. ഫ്യൂറർ ബാക്കി അർത്ഥം അറിയാം എന്താന്നുള്ളത്? അറിയാം, ചക്രവർത്തി, ലീഡർ എന്നാ അതിന്റെ അർത്ഥം. ഫ്യൂറർ ലീഡർ. പറഞ്ഞു. അച്ഛാ, ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിലും ഒക്കെ ഇപ്പം ഈ ദിവ്യാരുണ്യത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ടല്ലോ, യൂക്കറിസ്റ്റിക് അഡോറേഷൻ ആയിട്ട്. അതെ, അഡോറേഷൻ. അപ്പൊ അത് പരിശുദ്ധ കുർബാനയോട് തന്നെ തുല്യമായിട്ടാണോ അത് ഞാൻ കാണുന്നത് നമ്മള്? അല്ല, അത് ഇതിനകത്ത് നമ്മള് പിന്നെ ഈ യൂക്കറിസ്റ്റിക് അഡോറേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ ചർച്ചിന്റെ പ്രത്യേകതയാണ്. അത് ഈസ്റ്റേൺ ചർച്ചസിൽ അത് എങ്ങുമില്ല. അതിനകത്ത് ഈ കുർബാന തീർച്ചയായിട്ടും കുർബാന അർപ്പിച്ചു കഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുമല്ലോ രോഗികൾക്കോ അല്ലെങ്കിൽ അത്യാവശ്യം കൊടുക്കാൻ വേണ്ടി. അത് വെച്ചാണ് യൂക്കറിസ്റ്റിക് അഡോറേഷൻ നടത്തുന്നത്. അത് നിങ്ങളുടെ കാതലിക് എക്സ്പേർട്സിനോട് ചോദിക്കണം കേട്ടോ. അതൊരു അല്പം ലേറ്റ് ആയിട്ട് മിഡിൽ ഏജസിൽ വന്ന ഒരു സംഗതിയാണ്. ആ യൂക്കറിസ്റ്റിക് അഡോറേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇതുണ്ടല്ലോ എന്താ ഈ അരളിക്കായൊക്കെ ഉപയോഗിക്കുക. അരളിക്കായ്ക്കകത്ത് നിങ്ങൾക്കറിയാം ഒരു ചെറിയൊരു ഹുക്ക് പോലുണ്ട്, അവിടെ കുർബാന ഓസ്തി വെച്ചിട്ട് അതുകൊണ്ട് ബ്ലസ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊരു ടിപ്പിക്കലി ലാറ്റിൻ പ്രാക്ടീസ്. പക്ഷെ അത് ഇങ്ങനെ ലാറ്റിൻ പ്രാക്ടീസ് എല്ലാ ഈസ്റ്റേൺ കാതലിക് ചർച്ചസിലും എത്തിയിട്ടുണ്ട് പല രീതിയിൽ. ഓക്കെ, താങ്ക് യു അച്ഛാ. ഓക്കെ, കണ്ടു കഴിയുമ്പോൾ അറിയാം. അതെ, ഓക്കെ, നന്ദി. ഓക്കെ. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമിതിയോട് അപേക്ഷയുള്ള ആമീൻ. ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.